ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ കൺവേർഷൻ ആണ് എടുത്തേക്കുന്നത് അല്ലെ. എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചുകൊണ്ടിരിക്കണേ? ഓർഗാനിക് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എക്സാമിന് വരുന്നത് അല്ലെ. ഫസ്റ്റ് എന്തൊക്കെയായിരിക്കും വരുന്നത്? നെയിമിംഗ് റിയാക്ഷൻസ്. ഒരുമിച്ച് എന്റെ ഒപ്പം പറയണം കേട്ടോ. ഏതായിരുന്നു തുടക്കം? സാൻമേയസ് പറയും. സാൻമേയസ്, ഫിംഗിൾസ്റ്റീൻ, സ്വാർട്സ്, റൂട്ട്സ് ഫിറ്റിക്, ഫ്രെഡൽക്രാഫ്റ്റ്. Then next second chapter alcohol, phenol, ether. ഏതൊക്കെയായിരുന്നു? റൈമർടൈമൻ, കോട്സ്, റൈമർടൈമൻ, വില്യംസൺ സിന്തസിസ്. സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. തേർഡ് ചാപ്റ്റർ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. ഏതൊക്കെയായിരുന്നു? റോസൻമോൺ, സ്റ്റീഫൻ, എറ്റാർഡ്, ഗട്ടർമാൻ കോച്ച്, ക്ലെമൻസൺ റിഡക്ഷൻ, വൂൾഫ് കിഷ്ണർ റിഡക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ, കാനിസാരോ. ഒപ്പം പറഞ്ഞേക്കണം. കാനിസാരോ, HVZ, ഡീകാർബോക്സിലേഷൻ അല്ലെ. ഡീകാർബോക്സിലേഷൻ കഴിഞ്ഞിട്ട് HVZ. അത് കഴിയുമ്പോ എത്ര കഴിയും? ആൽഡിഹൈഡ് കീറ്റോൺ 20 ആയി അല്ലെ. 20 നെയിം റിയാക്ഷൻ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഏതായിരുന്നു? അമൈൻ അല്ലെ. ഓക്കെ, അമീനില് ഏതൊക്കെയായിരുന്നു വരുന്നത്? ഗബ്രിയേൽ താലിമൈഡ് റിയാക്ഷൻ, ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ. നെക്സ്റ്റ് കാർബൈൽ അമീൻ റിയാക്ഷൻ. ജ്യോതിഷ ഓർക്കാൻ പറയണം. കാർബൈൽ അമീൻ റിയാക്ഷൻ. അടുത്ത എന്തായിരുന്നു? ഗട്ടർമാൻ റിയാക്ഷൻ. അത് കഴിഞ്ഞാൽ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. വൺസ് മോർ കപ്ലിംഗ് റിയാക്ഷൻ അല്ലെ. അസോ ഡൈ. ഓക്കെ, അപ്പോ ടോട്ടൽ ആയിട്ട് ഇത്രയുണ്ട്. ആദ്യത്തത് ഇത് ഒറ്റ ടോപ്പിക് ആണ്. എന്തായിരുന്നു അത്? നെയിമിംഗ് റിയാക്ഷൻ. സെക്കൻഡ് നമ്മൾ പറഞ്ഞു മെക്കാനിസം ഉണ്ട് അല്ലെ. എത്ര മെക്കാനിസം ഉണ്ട്? ഏതൊക്കെയായിരുന്നു മെക്കാനിസം? SN1 SN2 ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. സെക്കൻഡ് ചാപ്റ്റർ എത്തനോൾ. പിന്നെ എത്തനോൾ ടു ഈഥെയ്ൻ. ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻ ആണ് ഇത് രണ്ടും. ഓക്കെ, നെക്സ്റ്റ് എത്തനോൾ ടു എത്തോക്സി ഈഥെയ്ൻ, ഈഥർ അല്ലെ. ഈഥറിന്റെ പ്രിപ്പറേഷൻ അവിടെ വരുന്നത്. നെക്സ്റ്റ് അടുത്ത ഒരു ചാപ്റ്റർ കൂടി ഉണ്ട്, മെക്കാനിസം. ആൽഡിഹൈഡ് കീറ്റോണിൽ എന്താ വരുന്നത്? മെക്കാനിസം ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ന്യൂക്ലിയോഫിലിക് അഡിഷൻ. ഇത്രയും മെക്കാനിസം നിങ്ങൾ ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. മെക്കാനിസമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അടുത്ത് അപ്പോ എന്തൊക്കെ കഴിഞ്ഞു അല്ലെ? നെയിമിംഗ് റിയാക്ഷൻസ് കഴിഞ്ഞു, മെക്കാനിസം കഴിഞ്ഞു, ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ് വേഗം പറഞ്ഞു. ഓക്കെ, ദെൻ ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റുകൾ പറഞ്ഞു. 3 കാറ്റഗറൈസേഷൻ ആയി അല്ലെ. ഇനി ഒരു 3 കൂടി പഠിച്ചു കഴിഞ്ഞാൽ ആ 3യിലും മാസ്റ്റർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി അല്ലെ? ആ ഓർഗാനിക്കിന്റെ എല്ലാ ടൈപ്പുകളിലേക്ക് എത്തുകയാണ്. അടുത്ത കാറ്റഗറൈസേഷൻ വരുന്നത് എന്തായിരുന്നു? ഗീവ് റീസൺ. വലിയൊരു ഏരിയയിൽ നമ്മുടെ ടേബിൾ ഒക്കെ ആയി. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ആ ടൈപ്പിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ബെൻസാൽഡിഹൈഡ് ഡു നോട്ട് അണ്ടർഗോ ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ, ബെൻസോയിക് ആസിഡ് ഡു നോട്ട് അണ്ടർഗോ ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. വാട്ട് ഇസ് ദ റീസൺ? ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു? CHO, COH ഇതൊക്കെ എന്താ? ഇലക്ട്രോൺ വിഡ്രോയിങ്. രണ്ട് ടേബിൾ അല്ലേ ആക്കിയേക്കുന്നത്. ഇലക്ട്രോൺ വിഡ്രോയിങ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അത് ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണ്. എന്തായിരുന്നു? ഡി ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. ഡു നോട്ട് അണ്ടർഗോ ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ ആണ്. അപ്പോ ഓർത്തു നോക്കുക, വേറെ എവിടെയൊക്കെ വരാം അത് ഫ്രെഡൽക്രാഫ്റ്റ് ഡു നോട്ട് എന്ന് പറയുന്ന രീതിയിൽ. അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ അണ്ടർഗോ ഫ്രെഡൽക്രാഫ്റ്റ്. ആരൊക്കെ വരും? ആൽക്കഹോൾ വരും അല്ലെ. ഫിനോൾ അണ്ടർഗോ ഫ്രെഡൽക്രാഫ്റ്റ് റിയാക്ഷൻ. അത് ഗീവ് റീസൺ ആയിട്ട് വരാം. ഇനി നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, എത്തനോയിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ് വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ? രണ്ട് COH അല്ലെ. വേഗം പറഞ്ഞു. എത്തനോയിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ് വിച്ച് ഈസ് മോർ അസിഡിക് ആൻഡ് വൈ? എത്തനോയിക് ആസിഡ് ആണ്. കണ്ടോ? കാരണം എന്താ അല്ലെ? പ്രൊപ്പനോയിക് ആസിഡ് എത്തുമ്പോ എന്ത് വരും? പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. എന്തുകൊണ്ടാ? ഈ കാർബൺ ചെയിൻ എന്ന് പറഞ്ഞാൽ R ഗ്രൂപ്പ് ആണ്. R ഗ്രൂപ്പ് പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. നമ്മൾ 2 ടേബിൾ എഴുതിയിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ആ 2 ടേബിളില് 4 ചാപ്റ്ററിലെയും ഗീവ് റീസന്റെ ടൈപ്പുകളിൽ ഒരെണ്ണം കഴിഞ്ഞു അല്ലെ. ഇനി പറഞ്ഞേക്കുന്നത് ഓരോ ചാപ്റ്ററിനെയും ടെക്സ്റ്റ് ബുക്കിലെ ബാക്കില് അല്ലെങ്കിൽ പാസ്റ്റ് ഇയറിൽ ചോദിച്ചേക്കുന്ന ഗീവ് റീസൺ ഓർഡറിൽ പഠിക്കണം എന്ന് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കില് ഗീവ് റീസൺ ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞു. ഹാലോ ആൽക്കെയിൻ, അതിലെ ഗീവ് റീസൺ ടപ്പടപ്പാന്ന് പറയണം. ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ എന്ന് പറഞ്ഞ ഗീവ് റീസൺ എന്ന് പറഞ്ഞൊരു ഫോൾഡർ വരുമ്പോൾ അത് മൈൻഡിൽ ഉണ്ടാവണം. ഇത് ഞാൻ കുറെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്കണം. എനിക്കതറിയോ ഗീവ് റീസൺ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഗ്രിഗ്നോൾ റിയേജന്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ അൺഹൈഡ്രസ് കണ്ടീഷൻ. എക്സ്പ്ലെയിൻ. എന്തായിരുന്നു?
Grignard reagent react with water to form corresponding alkane. The next, paradichlorobenzene, higher melting point than that of the ortho and meta. Explain എന്തായിരുന്നു? അല്ലേ, because paradichloro symmetry fit in a crystal lattice, correct? Better as compared to ortho and meta. ഓർത്ത് നോക്കുക, അത് ടെക്സ്റ്റ് ബുക്കിലെ ഗീവ് റീസൺ ഡയറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസിലെ ഗീവ് റീസൺ ആണ്. അപ്പൊ നിങ്ങൾ ഗീവ് റീസൺ എന്ന് പറയുന്ന ഒരു ടോപ്പിക് പറയുമ്പോൾ ഗീവ് റീസൺ ടെക്സ്റ്റ് ബുക്കിൽ എപ്പോഴൊക്കെ കിടക്കുന്നുണ്ടോ പിക്ക് ചെയ്യുക. അത് കാറ്റഗറൈസേഷൻ ആണ്. പാസ്റ്റ് ഇയറിലെ എല്ലാ ടൈപ്പ് ഗീവ് റീസൺ നോക്കുന്നുണ്ട് അല്ലെ, മിക്സ് ചെയ്ത് നോക്കണം. ദെൻ നെക്സ്റ്റ് എന്തായിരുന്നു അടുത്ത ടൈപ്പ്? ഏതൊക്കെ കഴിഞ്ഞു? നെയിം റിയാക്ഷൻസ് കഴിഞ്ഞു, മെക്കാനിസം, ഡിസ്റ്റിങ്വിഷ് ടെസ്റ്റ്, ഗീവ് റീസൺ, 4 ടൈപ്പായി. ഇനി 2 എണ്ണമാണ് മെയിൻ ആയിട്ട് വരുന്നത്, കൺവേർഷൻ. അതിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അത് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞത് മനസ്സിലായി. ഇപ്പൊ എന്താ വെക്കുന്നത്? കൺവേർഷൻ. കൺവേർഷൻ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ എത്ര കൺവേർഷൻ ഉണ്ട്? കറക്റ്റ് ആയിട്ട് 30 അല്ലേ? ആ 30 കഴിഞ്ഞു. ദെൻ സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കില് കൺവേർഷനും കഴിഞ്ഞു. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിൽ കഴിഞ്ഞ ലാസ്റ്റില് അതും കൂടി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം എത്രയായി? 35 കൺവേർഷൻസ് ഏകദേശം നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാവുന്ന 4th ചാപ്റ്റർ. ഏത് ചാപ്റ്ററാ? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്. അതിലെ കൺവേർഷൻ ആണ് ഇപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ആ കൺവേർഷൻ നമുക്ക് ഓർഡറിൽ ക്ലിയർ ചെയ്ത് പോകണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിച്ചു? ഓക്കെ, അപ്പോ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് കൺവേർഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ചെയ്ത് നമുക്ക് അത് ചെയ്ത് പോകണം. ഇനി നെയിം റിയാക്ഷൻസ് പഠിച്ച ആൾക്കാര് നിങ്ങൾ എന്താ ചെയ്യുക? സെൽഫായിട്ട് ചെക്ക് ചെയ്യുക. ടോളുവിൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ് ഏത് നെയിം റിയാക്ഷൻ വരുന്നു? അങ്ങനെ പഠിക്കണ്ടേ. ടോളുവിൻ കൺവേർട്ട് ടു ബെൻസാൽഡിഹൈഡ് കൺവേർഷൻ വരുമ്പോൾ നെയിം റിയാക്ഷൻസ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. റൂൾ അതാണ്. ഏതായിരുന്നു? എറ്റാർഡ് റിയാക്ഷൻ കണ്ടോ, അങ്ങനെ കിട്ടണം അല്ലെ, ഓർത്ത് വെക്കുക. ദെൻ നെക്സ്റ്റ് അങ്ങനെ ഓരോരോ കാറ്റഗറൈസേഷനിൽ നമുക്ക് കിട്ടണം കേട്ടോ. ഓക്കെ, അടുത്തത് ഫിനോൾ കൺവേർട്ട് ടു സാലിസിലിക് ആസിഡ് കോട്സ് റിയാക്ഷൻ കണ്ടോ, പെട്ടെന്ന് കിട്ടണം കണ്ടോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അപ്പൊ ഓരോന്നായിട്ട്. ഇനി പ്രൊപ്പനോൺ കൺവേർട്ട് ടു പ്രൊപ്പെയിൻ ഏത് നെയിം റിയാക്ഷനാ? കൺവേർട്ട് ടു പ്രൊപ്പെയിൻ. അല്ലെങ്കിൽ സൈക്ലോ ഹെക്സനോൺ കൺവേർട്ട് ടു സൈക്ലോ ഹെക്സെയിൻ. ഓൺ ആണ് വന്നേക്കുന്നത്. അപ്പൊ ഏത് ചാപ്റ്റർ ആണെന്ന് മനസ്സിൽ കൊണ്ടുപോകാൻ ആൽഡിഹൈഡ് കിട്ടണം. അതിൽ പഠിച്ച നെയിം റിയാക്ഷൻ ഏതാണെന്ന് അതിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കുക. ആദ്യത്തെ 4 ആവുമല്ലോ, അത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് അല്ലേ, ബാക്കിയുള്ളതിനെ പഠിക്കും കണ്ടോ. അങ്ങനെ ഫിൽട്ടർ ചെയ്യുന്ന ഓർഡറിൽ. അല്ലെങ്കിൽ നമ്മൾ വാൻഡറാവും, പേടിച്ചു. മനസ്സിലായി? ഓർത്ത് നോക്കാം. നമ്മളെ സെർച്ച് ചെയ്യണതിന്റെ ഒരു ഓർഡർ കൊടുക്കണം, അല്ലെങ്കിൽ ബ്രെയിൻ വെറുതെ പാനിക്കാവും. മനസ്സിലായി? ഓക്കെ, നമുക്കൊരു ഐഡിയ കിട്ടണം, അല്ലെങ്കിൽ പേടിച്ചു പോകും. എന്തായിരിക്കും ബാക്കി നെയിം റിയാക്ഷൻസ് ഓരോന്നായിട്ട് ആലോചിച്ചാൽ? വൂൾഫ്-ഫിഷ്നർ ഉണ്ടോ? കിട്ടി, വൂൾഫ്-ഫിഷ്നർ ആണ്. അല്ലെങ്കിൽ ക്ലെമൻസൺ റിഡക്ഷൻ, രണ്ടും പറയാം ഉണ്ടോ. ഓക്കെ, അപ്പോൾ പ്രൊപ്പെയിൻ, പ്രൊപ്പനോൺ. പ്രൊപ്പനോൺ എന്ന് പറയുമ്പോൾ കീറ്റോൺ, കീറ്റോൺ ടു കറസ്പോണ്ടിങ് ആൽക്കെയിൻ. അതാണ് എന്ത്? വൂൾഫ്-ഫിഷ്നറും ക്ലെമൻസൺ റിഡക്ഷനും ഉണ്ടോ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഓർഡർ ആക്കണം. അപ്പൊ ഞാനിപ്പോ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻ പ്രോസസ് എന്ന് പറയുന്നത് ഈ ഓർഡറും സിസ്റ്റവും നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നല്ല ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതിന് പകരം കുറെ ക്വസ്റ്റൻസ് ഞാനിപ്പോൾ ഭയങ്കര ടഫസ്റ്റ് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് തരാം. അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സാമിന്റെ ദിവസം ഒന്നും ആ ടഫസ്റ്റിനെ ഒന്നും പിടിച്ചിട്ടല്ല, മെയിൻ ഫ്രെയിമിലുള്ള ക്വസ്റ്റൻസ് തന്നെ എല്ലാത്തിനും നമുക്ക് ഓർഡറിൽ ഫേസ് ചെയ്യാൻ പറ്റണം കേട്ടോ. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങൾ ആ പഠിച്ചേക്കുന്നത് കേട്ടോ, ഒന്ന് റെക്കോർഡ് ചെയ്തേക്കുന്ന ആൾക്കാരൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് പറഞ്ഞ് കറക്റ്റ് ആയിട്ട് ഫുള്ള് കഴിഞ്ഞല്ലേ നിങ്ങൾ മോനുണ്ടായില്ല അന്ന് അല്ലേ? എഴുതിയിട്ടില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഓർഗാനിക്കിന്റെ റിയാക്ഷൻ വെച്ച് ബാക്കി പറയലൊക്കെ കഴിഞ്ഞാലേ. ഓക്കെ, പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഐശ്വര്യ ചെയ്തിട്ടില്ല അല്ലേ? ഓക്കെ, മോൻ ചെയ്തിട്ടുണ്ട്. ഇയാള് 2 ചാപ്റ്റർ അല്ലേ, 3 ചാപ്റ്റർ അല്ലേ ചെയ്തേക്കുന്നത്? ഓക്കെ, ബാക്കി ആൾക്കാർ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ആ ഒരു എന്താ പറയാ ആ രീതിയിലായിരിക്കും ക്ലാസ്സുകളുടെ അറേഞ്ച്മെന്റ് പോകുന്നത് കേട്ടോ. ഓക്കെ, ഇൻഡിവിജ്വലി നിങ്ങൾ ഏതൊക്കെയായി എന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പൊ മോനായാലും ആദ്യത്തെ ക്ലാസ് ആണ്, വെറുതെ ഇൻവോൾവ് ചെയ്തിരിക്കുക. നമ്മുടെ പാറ്റേൺ ഇതാണ് എല്ലാത്തിനും. ഇപ്പൊ ന്യൂമറിക്കൽ ഒരു ഓർഡർ ഉണ്ട് ആക്ച്വലി. എല്ലാ നെയിം റിയാക്ഷൻസും എല്ലാ ന്യൂമറിക്കലും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിന്റെ ടൈപ്പുകൾ നമ്മൾ പാസ്റ്റ് ഇയറിന് നോക്കി ചെയ്യണ്ടാവും. ഫോർ എക്സാമ്പിൾ പറയാണ് ഡെൽറ്റ ടി ബി സിക്കൽ KB × N. അതിന്റെ പാസ്റ്റ് ഇയറിലുള്ള ഒരു 4 ക്വസ്റ്റ്യൻ ചെയ്യുക, അവസാനം പഠിക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അങ്ങനെ ഓർഡറിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പോവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് കുറച്ച് വരുന്ന സമയത്ത് ഇന്നേ വരെ ഞാൻ പറഞ്ഞല്ലോ 15 ഇയേഴ്സിൽ ഇന്നേ വരെ ചോദിച്ചിട്ടില്ല ടഫസ്റ്റ് ക്വസ്റ്റൻസുകൾ ഉണ്ട്. അത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകും. അത്രയും ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ചാപ്റ്റർ ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ് അതിലെ ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റൻസ് ആണ് ചെയ്യുന്നത്. നമ്പറൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ചാപ്റ്ററിന്റെ പേര് എഴുതി വെച്ച എല്ലാവരും കൺവേർഷൻ കേട്ടോ. ഓക്കെ, കൺവേർഷൻ ആണ്. എല്ലാ കൺവേർഷനും എനിക്ക് ഒരു പേജിലേക്ക് വേണം കേട്ടോ. ഞാൻ എടുത്തു പറയാം, നിങ്ങൾ നോട്ട്
പല സ്ഥലത്താണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആരുമില്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് എക്സാമിന്റെ അതിന് മുമ്പായിട്ട് കേട്ടോ ഓർത്ത് നോക്കുക. നിങ്ങളെ കൊണ്ട് വീഡിയോയിൽ അത് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്തു ഓർഡർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വേണ്ടത് കൺവേർഷൻസുകളെല്ലാം ഒറ്റ പേജിൽ കേട്ടോ ഓർത്ത് നോക്കുക. അത് ചെയ്യാത്ത ആൾക്കാർ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തൊക്കെ കിടക്കുന്ന ആൾക്കാർ വീണ്ടും ഒന്ന് റീറൈറ്റ് ചെയ്യണം അല്ലെ. 5-6 വർഷം ഒന്നും എഴുതാനല്ലല്ലോ പറയുന്നത്. ഒറ്റ പ്രാവശ്യം എല്ലാം നല്ല വൃത്തിയിൽ ഓർഡറിലാക്കി എഴുതി വെക്കണം. അതുകൊണ്ട് ഇന്നത് റിപ്പീറ്റ് ചെയ്ത് എനിക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ, പക്ഷെ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് കിട്ടണം. കാവ്യ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മള് കൺവേർഷൻ ചെയ്യുന്നതിന്റെ പാഠമാണ്. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോ ആ ചാപ്റ്ററിലെ 12.13 കേട്ടോ ഓർത്തു. 12.14 കേട്ടോ ഓർത്ത് നോക്കാം. 12.14 ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. 12.14 12.14 How will you prepare the following compound from benzene? 12.14 How will you prepare the following compound from benzene? First question എഴുതി വെക്കുക. Benzene convert to methyl benzoate. 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 ഇതാണ് ബെൻസീൻ. മീഥൈൽ ബെൻസോയേറ്റ് കേട്ടോ. ഓക്കെ, ഇവിടെ മീഥൈൽ ബെൻസോയേറ്റ് ഒന്ന് എഴുതി വെക്കുക. കുറച്ച് ദൂരെയായിട്ട് മീഥൈൽ ബെൻസോയേറ്റ് എന്ന് പറയുന്ന സമയത്ത് ആ കോമ്പൗണ്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് ഓർത്ത് നോക്കുക. മീഥൈൽ എന്ന് പറഞ്ഞാൽ CH3 ആണ്. ഇതാണ് മീഥൈൽ ബെൻസോയേറ്റ് കേട്ടോ. ഓക്കെ, മീഥൈൽ ബെൻസോയേറ്റ്. മീഥൈൽ ബെൻസോയേറ്റ് എന്ന് പറയുമ്പോൾ അത് എന്ത് ടൈപ്പ് ആണെന്ന് ഓർത്ത് നോക്കണം. OAT വരുന്ന ഡാഷ് ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്. എന്തായിരുന്നു? എസ്റ്റർ ഉണ്ടോ? എസ്റ്റർ. OAT വരുന്ന എന്താ? എസ്റ്റർ. അപ്പൊ ശ്രദ്ധിക്കാം, എസ്റ്റർ ഉണ്ടാവാനായിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം പഠിപ്പിച്ചുള്ളൂ. ഹെഡിങ് എന്തായിരുന്നു ഈ ചാപ്റ്ററിൽ? എസ്റ്ററിഫിക്കേഷൻ. ഡാഷ് പ്ലസ് ഡാഷ് ഗീവ്സ് എസ്റ്റർ. ആൽക്കഹോൾ പ്ലസ് ആസിഡ്. ആൽക്കഹോളും ആസിഡും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എസ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് ഇവിടെ നിന്ന് അതിലേക്ക് എത്തണം. ഇനി ഫസ്റ്റ് ബെൻസീന ഫിനോൾ ആക്കാൻ എന്താണ്? ബെൻസീന ഫിനോൾ ആക്കാനായിട്ട് എന്ത് പ്രോസസ്സിൽ കൂടിയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? NaOH കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാല് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഫിനോളിന്റെ പ്രിപ്പറേഷൻ 4 എണ്ണമാണെന്ന് പറഞ്ഞു. ആൽക്കഹോൾ ഫിനോൾ ഈതർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫിനോളിന്റെ പ്രിപ്പറേഷൻ 4 എണ്ണം. ഫസ്റ്റ് എന്താ? ക്ലോറോ ബെൻസീൻ ടു ഫിനോൾ. സെക്കൻഡ് എന്തായിരുന്നു? ബെൻസീൻ ടു ഫിനോൾ. തേർഡ് എന്തായിരുന്നു? അനലിൻ ടു ഫിനോൾ. ഫോർത്ത് എന്തായിരുന്നു? ക്യുമീൻ ടു ഫിനോൾ. കണ്ടോ കിട്ടുന്നത്? അപ്പൊ നിങ്ങൾക്ക് ഒരു സാധനം കിട്ടിയില്ല എങ്കിൽ അത് മൈൻഡിൽ കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണം. കാരണം എന്തിനാ ആൽക്കഹോൾ ആക്കുന്നത്? ആൽക്കഹോൾ പ്ലസ് ആസിഡ് അല്ലേ? ആസിഡ് അങ്ങനെ വന്നാലാണ് നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ ബെൻസീന എന്താക്കണം? ഇതിൽ ഫിനോൾ ആക്കണം. ഇതാണ് ഫിനോൾ. OH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനോൾ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് വേറെ സംഭവം ഉണ്ടല്ലോ. ഇത് ഫിനോൾ ആക്കണ്ട, COH കൊടുക്കാം. COH ആക്കി കഴിഞ്ഞാൽ CH3OH കൊടുത്താലും മതി. അങ്ങനെയാണെങ്കിൽ ഈ ബെൻസീന് ബെൻസോയിക് ആസിഡ് ആക്കാൻ എന്ത് ചെയ്യണം? അതാണ് കുറച്ചും കൂടി എളുപ്പം. ആൽക്കലൈൻ നമ്മുടെ ചാർട്ട് വരച്ചല്ലേ, അതില് ബെൻസീൻ ടു ബെൻസോയിക് ആസിഡ് ഒക്കെ വരുന്നത്.
ഇത്രയും സ്റ്റെപ്പ് എത്തും. ഇത്രയാണ് ഇതിന്റെ റിയാക്ഷൻ. ഇനി വേണ്ട, ഇതും കൂടി എഴുതിയേക്കാം. റിയേജന്റ് പറയാൻ നോക്കാം. CH3Cl anhydrous AlCl3 Friedel-Crafts reaction. Friedel-Crafts reaction. Then next ഇതിനെ COH ആക്കണം. എന്തായിരിക്കും? നിങ്ങൾക്ക് ശ്രദ്ധിക്കുക, രണ്ട് മാപ്പേ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. ഒരെണ്ണം ബെൻസീന്റെ എന്താണ് COH ഉള്ളത്, ആ മാപ്പിലുണ്ട്. ഈ ചാപ്റ്ററിൽ എങ്ങനെ വന്നാലും ആ മാപ്പ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നിങ്ങൾ അല്ലെങ്കിൽ എന്താ ആലോചിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ബ്രെയിൻ എന്താ പ്രശ്നം എന്ന് അറിയും. നമുക്ക് ഒരു കൺവെർഷൻ വരുന്ന സമയത്ത് ഞാൻ ക്ലൂ തന്നാൽ കിട്ടും. എക്സാമിന് ആരെങ്കിലും ക്ലൂ തരാൻ വരുമോ? ഇല്ല. മനസ്സിലായി? ഇപ്പൊ നമ്മൾ ഗ്രൂപ്പായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെയല്ല, നിങ്ങളിപ്പോ ഏത് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ഞാൻ നാളെ ദിവസം പറഞ്ഞു, എന്റെ കയ്യിൽ ഇവിടെ കാണാൻ പറ്റാവുന്ന രീതിയിൽ എന്റെ മേത്തൊരു മാപ്പ് പോലെ ഒരു 3 മാപ്പ് റെഡിയാക്കിയിട്ട് അതിലേക്ക് ഞാൻ കണക്ട് ചെയ്യും ബ്രെയിന്. പിന്നെ കൺവേർഷന് മുമ്പ് നമ്മൾ നോക്കണത് നെയിം റിയാക്ഷൻ ആണോ നോക്കും. നെയിം റിയാക്ഷൻ ആണോ നോക്കും. ഇപ്പൊ ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് എന്തായിരുന്നു? ഗട്ടർമാൻ കോച്ച് ഒറ്റയടിക്ക് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ കിട്ടണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആദ്യം നെയിമിങ് നിങ്ങളെ പഠിപ്പിച്ചത് അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ ചാർട്ടിൽ നിങ്ങൾ ഓർമ്മയുണ്ടോ? ചാർട്ട് എങ്ങനെയാണ് ചെയ്യിപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആദ്യം എന്താണ്? ഫിനോളിനെ സിങ്ക് ഡസ്റ്റ് വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ബെൻസീൻ. ബെൻസീനില് നമ്മൾ എന്താക്കി? ടോളുവിനാക്കി. ടോളുവിനിന്ന് COH ആക്കി. ഓർമ്മയുണ്ടോ ചാർട്ട്? ഓക്കെ. അപ്പൊ ആ ചാർട്ടിലേക്കാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്. വരച്ച് ഇടയ്ക്ക് ഇങ്ങനെ നോക്കണം. ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് എന്തിനാ പറയണേന്നറിയോ? ഇതിപ്പോ ഈ റിയാക്ഷൻ എനിക്ക് എഴുതി തന്നാൽ മതി, പക്ഷെ നിങ്ങളുടെ ഇതിന്റെ ആൻസർ കിട്ടി, നിങ്ങൾ ഹാപ്പിയാവും, മൈൻഡ് ഹാപ്പിയാവും. പക്ഷെ അങ്ങനെയല്ല, ഈ സാധനം ഞാൻ വീട്ടിൽ വെച്ചിട്ട് നിങ്ങൾ ഇടയ്ക്ക് നോക്കാനേ പറഞ്ഞിട്ടുള്ളൂ, എഴുതി പഠിക്കാനോ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല ഇത്ര നാളായിട്ട്. നിങ്ങളടുത്ത് പറഞ്ഞോ ഞാനിത് 10 പ്രാവശ്യം എഴുതാനോ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല അല്ലെ? 6 ചാർട്ട് നിങ്ങൾക്ക് തന്നിട്ട് അത് നിങ്ങളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞേക്കുന്നതിന്റെ കാരണം ഇതാണ് ഈ ചാർട്ട്. ഇത് ഇവിടെ നിന്നാണ് തുടങ്ങിയത്. എന്റെ ബ്രെയിനിൽ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി. ഇത് കണ്ടോ? ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻ അല്ലേ? ഓർത്ത് നോക്കുക. ഇതുപോലെ ഭയങ്കര കുത്തി വരക്കണ ഗൈഡുകളുടെ പോലത്തെ ഒരു സാധനമല്ല ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓർത്ത് നോക്കുക. ഇവിടെ ബെൻസീൻ ഉണ്ട്, ഇവിടെ എന്താ ടോളുവിനാക്കി, എന്നിട്ട് ബെൻസോയിക് ആസിഡ് ആക്കി. ഇനി ഇതിന് ഈ ഒരു വഴിയേ ഉള്ളൂ. കണ്ടോ? ഓക്കെ. ഇനി നമുക്ക് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ആസിഡ് പ്ലസ് ആൽക്കഹോൾ അല്ലെ? ഓക്കെ. ഇനി ആൽക്കഹോൾ കൊടുത്താൽ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പൊ ഈ ചാർട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നേക്കുന്ന ഒന്ന് കേട്ടോ പ്രാക്ടീസ് ചെയ്ത് നോക്കണം ഇടക്കിടക്കിടക്ക് കേട്ടോ. ഓക്കെ. ഇത് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം, നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ. നമ്മൾ എഴുതിപ്പിച്ചതാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ആരെങ്കിലും അത് പേജിൽ ഇല്ലെങ്കിൽ ഓർത്ത് നോക്കുക. ഇവിടെ എന്താ കൊടുക്കുക? ആൽക്കലൈൻ KMnO4. ഇവിടെ എന്തായിരിക്കും? ആൽക്കലൈൻ KMnO4 ആൻഡ് KOH കേട്ടോ. H3O+ ഒരുമിച്ചാണത്. ഇത്രയും കൊടുക്കണം. കാരണം എന്താ? ആൽക്കലൈൻ KMnO4 ആൻഡ് KOH കൊടുത്തത് COOK ആവുക. അത് കഴിഞ്ഞ് H3O+ കൊടുക്കുമ്പോൾ COH ആയി. ഇനി ആസിഡ് പ്ലസ് ഡാഷ് കീസ് എസ്റ്റർ എന്തായിരുന്നു? എസ്റ്റർ CH3OH. കേട്ടോ. ഓക്കെ. അപ്പോ നമ്മള് ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യും കേട്ടോ. ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. ദെൻ ഐശ്വര്യ പറഞ്ഞ സജഷൻ ആണ്. ഐശ്വര്യ പറഞ്ഞത് എന്തെടുക്കുന്നു ആ കൺവേർഷൻ അതിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ പോലെ ഇടണം എന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. ഒന്ന് വന്നപ്പോ പറഞ്ഞതാണ്. നമ്മൾ ഒരു ദിവസം അങ്ങനെ ചെയ്തു പറഞ്ഞിട്ട് അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇന്ന് അതുപോലെ ചെയ്യും. ദെൻ നെക്സ്റ്റ് വെനസ്ഡേ നമുക്ക് ഒരു ഫുൾ എക്സാം വെക്കാം അല്ലേ? കുഴപ്പമില്ല, നേരത്തെ കഴിയില്ലോ സ്കൂളിൽ? കഴിയും. ഉണ്ടോ? ശ്രീധർ പറഞ്ഞു ഉണ്ടോ? നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ. കാരണം നമുക്ക് ഫുൾ എക്സാം ഈ വീക്കില് തൊട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇൻഡിവിജ്വലി നിങ്ങളുടെ പേപ്പേഴ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, എന്നാലും ഒന്ന് റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഷെഡ്യൂൾ ചെയ്തേക്കുന്ന മറ്റേ ഇതിലുള്ളത് നമ്മുടെ ആപ്പിലുള്ള മൾട്ടിപ്പിൾ ചോയ്സ് പ്രാക്ടീസ് ചെയ്തോ? ചെയ്യണം കേട്ടോ. ഓക്കെ. നമ്മൾ ഓപ്പൺ ഷെഡ്യൂളാണ് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു രീതിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ വെക്കേഷനാണ്, അതിൻ്റെ ഇടയിൽ കിടന്ന് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ആ വെക്കേഷൻ്റെ സമയത്ത് പറയാതെ പഠിച്ചോട്ടെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഇനി സീരിയസ് ആണ് കേട്ടോ. ഓക്കെ. ന്യൂ ഇയർ ആയില്ലേ? വെക്കേഷൻ്റെ സമയത്ത് വിളിച്ച് പറയുന്ന സമയത്ത് മര്യാദ പഠിച്ചിട്ടില്ല, എന്നാൽ ആ സാറിന് വേണ്ടി ചെയ്തേക്കാന്ന് കരുതിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യണ്ട. നിങ്ങളൊന്ന് ജസ്റ്റ് ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ചാപ്റ്റർ വൈസ് ചെയ്ത് ടെസ്റ്റ് പേപ്പർ കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ മാർക്കും കിട്ടും. വേറെ ആരും കാണൂല കേട്ടോ. നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് തന്നെ കാണാം. ഹാപ്പി ആവാം. ആ രീതിയിൽ എല്ലാം എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ആപ്പിൽ അങ്ങനെ ചെയ്തേക്കുന്നത്. ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ പഠിക്കാൻ പറ്റുമല്ലോ അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ
അസൈൻ ചെയ്തേക്കണം. 8 ചാപ്റ്റർ ഞാൻ അസൈൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്കി 2 ചാപ്റ്ററും 8 അല്ല, ഫസ്റ്റ് ഓർഗാനിക് വരെ 6 ചാപ്റ്റർ കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കണം. ക്ലിയർ അല്ലേ? ഇതിൻ്റെ കൂടെ ഒരു H+ കൂടി കൊടുത്തു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, benzene convert to meta-nitro-benzoic acid. 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 Meta-nitro-benzoic acid. ബെൻസീൻ കൺവേർട്ട് ബെൻസോയിക് ആസിഡ് കിട്ടിയില്ലേ ഇവിടെ വരെ അല്ലേ? ഉണ്ടോ? ഒരെണ്ണം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണമാണ് ഇത്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മെറ്റ COH എന്ത് ഡയറക്റ്റീവ് ആണ്? മെറ്റ ഡയറക്റ്റിംഗ്. ആരൊക്കെയാ മെറ്റ ഡയറക്റ്റിംഗ് പറഞ്ഞേ? ഈ ചാപ്റ്ററിലുള്ള എല്ലാ ആൾക്കാരും എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിന്റെ ഹെഡിങ് എന്താ പറ? ആൽഡിഹൈഡ്, കീറ്റോൺ, കാർബോക്സിലിക് ആസിഡ്, ഇവരെല്ലാം മെറ്റ ഡയറക്റ്റിംഗ്. ബാക്കി ചാപ്റ്റർ എല്ലാം എന്തായിരിക്കും? ഓർത്തോ ആൻഡ് പാര. ഫെഫിനോൾ എന്തായിരിക്കും? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. ദെൻ അനിസോൾ, അനിസോൾ എന്ന് പറഞ്ഞാൽ എന്താ? OCH3 അല്ലെ? അതെന്തായിരിക്കും? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. ക്ലോറോ ബെൻസീൻ എന്തായിരിക്കും? ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. ഉണ്ടോ? ഓക്കെ, അപ്പോ അങ്ങനെ ഓർത്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് അമീൻ, അനലിൻ, ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്? ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഡ്യൂ ടു റെസൊണൻസ്. പഠിക്കാൻ എളുപ്പമല്ലേ? ഓക്കെ, ദെൻ അപ്പൊ എന്തായിരിക്കും മെറ്റാ ഡയറക്റ്റിന്റെ പറയേണ്ടത്? ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ മെറ്റാ ഡ്യൂ ടു റെസൊണൻസ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. ഇനി നിങ്ങൾ ഗൈഡുകൾ പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കഥ മാറും. അവിടെയാണ് നിങ്ങൾ കൺഫ്യൂഷൻ വന്നിട്ട് വിട്ടുകളാണ്. അവിടെ എഴുതി നോക്കി ഓർത്തോ ആൻഡ് പാരാ ഡയറക്റ്റിംഗ്. വാട്ട് ഇസ് റീസൺ? അനലിൻ, ഓർത്തോ. അപ്പോൾ അവിടെ പറയുന്നത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ഓർത്തോ ആൻഡ് പാരാ പൊസിഷൻ ഡ്യൂ ടു പോസിറ്റീവ് റെസൊണൻസ് എഫക്ട്. എന്താണ് പോസിറ്റീവ് റെസൊണൻസ്? എന്നിട്ട് റെസൊണൻസ് വരച്ച് നോക്കും. അപ്പൊ ആ റെസൊണൻസിന് നോക്കും, ദൈവം ഇത് ഭയങ്കര ടഫാണ്, മൈൻഡ് പറഞ്ഞു പിന്നെ പഠിക്കൂല. മനസ്സിലായി? എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം പിക്ക് ചെയ്യുക. മനസ്സിലായി? എളുപ്പമുള്ള കാര്യങ്ങൾ പിക്ക് ചെയ്യുക, അത് ജനറലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആ ഫ്രെയിം കിട്ടും. മനസ്സിലായ? ഓക്കെ, അനിസോൾ, ഓർത്തോ ആൻഡ് പാരാ, വൈ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? ലോവർ ആണോ? ഹയർ ഇൻ മെറ്റീരിയലോ? ഞാൻ അനിസോൾ വെച്ചേക്കുന്നത് OCH3, ഓർത്തോ ആൻഡ് പാരയാണ്. അപ്പൊ എന്തായിരിക്കും? ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ഇൻ ഓർത്തോ ആൻഡ് പാര കേട്ടോ. അപ്പൊ എവിടെയാണോ എന്ത് ഡയറക്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഉണ്ട്, അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി ഹയർ ആകും. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ആ ഗ്രൂപ്പ് അവിടെ വന്ന് ജോയിൻ ചെയ്യും. ഓക്കെ, അതിന്റെ മെയിൻ റീസൺ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുകയാണ്. ഓർത്തോ പാരയ്ക്ക് ജനറലി എന്ത് ആയിരിക്കും? പ്ലസ് ആർ എഫക്റ്റ് ആയിരിക്കും, പോസിറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. ദെൻ അപ്പോ മെറ്റാ ഡയറക്റ്റിംഗ് അപ്പൊ എന്തായിരിക്കും? നെഗറ്റീവ് റെസൊണൻസ് എഫക്റ്റ്. ഇത് ഞാൻ ഒരുമിച്ച് എഴുതിയേക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് കീ റീസൺ ആണ്. ആ ടേബിളിലുണ്ട് ഇലക്ട്രോൺ വിഡ്രോയിങ് ആൻഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ്. അവിടെ ഓർത്തോ പാരയുടെ താഴെ എഴുതി വെച്ചിട്ടില്ലേ? അതങ്ങനെ കൊണ്ടുവരണം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ കീ റീസൺ ആണെന്ന് കണ്ടാൽ ആ പേജിലേക്ക് ബ്രെയിനെ നിങ്ങൾ എത്തിക്കാൻ പറ്റിയ രക്ഷപ്പെട്ടു കേട്ടോ. ഓർത്ത് നോക്കാം. നിങ്ങൾക്ക് അതിന്റെ ഇത് മനസ്സിലാവാത്തത് ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ഞാൻ തന്നേക്കുന്നത്. ഇത്രയും കൂടി കോംപ്ലക്സിറ്റി ആണെങ്കിൽ ബ്രെയിൻ പേടിച്ച് പഠിച്ചാനെ. കണ്ടോ? ഓർത്ത് നോക്കതേ ഒരു പേജിലേക്ക് അതൊന്ന് കാണിച്ച്. ഇത് കണ്ടോ? ഈ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാനും. ഇൻഡക്റ്റീവ് എഫക്റ്റ് ഒക്കെ അവിടെ കണക്ട് ചെയ്യാം, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് എന്നൊക്കെ ഉപയോഗിക്കാം. ഓർത്തോ പാരയുടെ അവിടെ എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് ശ്രദ്ധിച്ച്. ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ആണോ ഡീആക്ടിവേറ്റിംഗ്? ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടോ? അപ്പൊ എന്തായിരിക്കും? ഓർത്തോ പാര കേട്ടോ. അപ്പോ മെറ്റയാണെങ്കിൽ എന്തായിരിക്കും? ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, അപ്പോ അങ്ങനെ ഓർത്ത് ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. അപ്പോ വീണ്ടും ഒന്ന് ഈ റീസണിലേക്ക് എത്തുമ്പോൾ പറയാം. ഇനി ഇത് കഴിഞ്ഞാൽ എന്തായിരിക്കും? HNO3 and H2SO4 കേട്ടോ. ഓക്കെ, അപ്പോ വേഗം എഴുതണം കേട്ടോ, എൻ്റെ ഒപ്പം എഴുതി പോകണം കേട്ടോ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ബെൻസീൻ കൺവേർട്ട് ടു പാരാനൈട്രോബെൻസോയിക് ആസിഡ്. ബെൻസീൻ കൺവേർട്ട് ടു പാരാനൈട്രോബെൻസോയിക് ആസിഡ്. ബെൻസീൻ കൺവേർട്ട് ടു പാരാനൈട്രോബെൻസോയിക് ആസിഡ്. ഒബ്സർവ് ചെയ്യേണ്ടത് ഇത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. COH ആയി കഴിഞ്ഞാൽ മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഇവിടെ വെച്ച് നൈട്രേഷൻ ചെയ്താൽ എന്താ കിട്ടുള്ളൂ? മെറ്റ കിട്ടത്തുള്ളൂ അല്ലെ? ഇപ്പൊ ഇവർക്ക് വേണ്ടത് ഇതേ സെയിം കോമ്പൗണ്ട് പാരയിലാണ് കിട്ടേണ്ടത്. ഈ ടൊളുവിൻ എന്ത് ഡയറക്റ്റീവാ? പാരാ ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ നമ്മൾ ഈ ടൊളുവിൻ എത്തിക്കഴിയുമ്പോൾ ഇവിടെ വെച്ച് കോൺസെൻട്രേറ്റഡ് HNO3 കൊടുക്കും. കോൺസെൻട്രേറ്റഡ് H2SO4. കാരണം ഈ ടൊളുവിൻ എന്ന് പറയുന്നത് ഓർത്തോ ആൻഡ് പാര ഡയറക്റ്റിംഗ് ആണ്. അപ്പൊ ഓർത്തോ ഉണ്ടാവുന്നുണ്ട്, പാര ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ചോദിച്ചത് മാത്രം അവർക്ക് കൊടുത്താൽ മതി. നമ്മൾ NO2 ഇവിടെ ശരിക്കും അതിന്റെ അപ്പുറത്ത് തന്നെ എന്തുണ്ടാവുന്നുണ്ട് അല്ലെ? ഓർത്തോ ഉണ്ടാവുന്നുണ്ട്. ചോദിച്ചോ മോനെ. ഇതിൽ കൊടുത്തതിന്റെ മുകളിലാണ് കിട്ടുക. കിട്ടില്ല. ബെൻസീന് ഡയറക്ഷൻ ഇല്ലാന്ന് മനസ്സിലായി? വെറുതെ അല്ലേ? റിലേറ്റീവ് പൊസിഷൻ ആണ് ഓർത്തോ ആൻഡ് പാര തന്നെ. മനസ്സിലായി? ഇതിന്റെ ഓർത്തോ ആണ് ഇവിടെ തന്നെ. ഓക്കെ. അപ്പൊ ആദ്യം ചെയ്യാൻ പറ്റില്ല. ആദ്യം ചെയ്താൽ എന്ത് വരും? NO2 വരും മുകളിൽ. ഏതാ? ബെൻസീന്റെ മുകളിൽ NO2 വരും അല്ലെ? ആദ്യം കൊടുത്തു കഴിഞ്ഞാൽ മോൻ ചോദിച്ച പോലെ ബെൻസീനിൽ ആദ്യം NO2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് വരും. കണ്ടോ? നൈട്രോബെൻസീൻ. നൈട്രോബെൻസീൻ വന്നു കഴിഞ്ഞാൽ അത് മെറ്റാ ഡയറക്റ്റിംഗ് ആണ്. പിന്നെ ഫ്രിൽ കാപ്റ്റ് നടക്കില്ല, ഒന്നും നടക്കില്ല. അത് നടക്കും, ഒന്നുമില്ല. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ബെൻസീൻ എന്ന് പറയുന്നത് ഒരു സ്ഥലം പോലെയാണ്. മോനാണ് ഓണർ എന്ന് കരുതാം. ഫസ്റ്റ് ഓണർ ആർക്ക് കൊടുക്കുള്ളൂ? ഓർത്തോ ആൻഡ് പാര. ആ രീതിയിലാണ് പോണേ. മനസ്സിലായി? ഓക്കെ. അപ്പോൾ ആദ്യം വരുന്ന ആളാണോ അയാളാണ് ഡയറക്റ്റ് ചെയ്യുന്ന ആള്. ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് എടുക്കും. ഇനി നിങ്ങൾ പറ, ഇനി എന്ത് ചെയ്യണം ഇത് കിട്ടാൻ? റിയേജന്റ് തനി എഴുതണം കേട്ടോ. എന്തായിരിക്കും റിയേജന്റ്? തനി എഴുതിക്കോ റിയേജന്റ്. റിയേജന്റ് ആൽക്കലൈൻ കെമനോഫർ ഉണ്ടോ? CH3 പോയിട്ട് COH ആവാൻ. ഒബ്സർവേഷൻ വേണം കേട്ടോ. CH3 പോയിട്ട് COH ആവാൻ ഇതേ റിയേജന്റ് തന്നെ അവിടെയും കൊടുക്കുക കേട്ടോ. ആൽക്കലൈൻ കെമനോഫർ ആൻഡ് KOH. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് പോകണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? എത്രാമത്തെ നമ്പറോ? 4th. ബെൻസീൻ കൺവേർട്ട് ടു ഫിനൈൽ അസറ്റിക് ആസിഡ്. ബെൻസീൻ കൺവേർട്ട് ടു ഫിനൈൽ അസറ്റിക് ആസിഡ്. Benzene convert to phenyl acetic acid. Benzene convert to phenyl acetic acid. Benzene convert to phenyl acetic acid. എങ്ങനെയായിരിക്കും ചെയ്യുന്നത്?
ഒരു മിനിറ്റ് കേട്ടോ. ഇത് ഞാനേ നോക്കിയ വേറെ ഒന്നുമില്ല, ഇത് ചെയ്തോന്നൊരു ഡൗട്ട് തോന്നി ഈ ചാപ്റ്റർ. ഫിനൈൽ അസിറ്റിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഓർമ്മയുണ്ടോ? കിട്ടി ആർക്കെങ്കിലും? എന്തായിരിക്കും? ആദ്യം ഇവിടെയും വരെ എത്തണം, അത് കഴിഞ്ഞിട്ട് മോൻ പറയണ റൈറ്റാ. നമ്മുടെ ചാർട്ടിലുണ്ട് അല്ലേ? ഞാനിപ്പോ നോക്കിയതേ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ക്വസ്റ്റ്യൻ ഡൗട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നോക്കിയത്. ഇതല്ല, അപ്പോൾ മിക്സിംഗ് ആയിട്ട് ഡൗട്ടായിട്ട് ചോദിച്ചേക്കുന്നതിലാണ്. മറ്റേ ബിലാലൊക്കെ ഉണ്ടായിരുന്ന ക്ലാസ് കേട്ടോ, ഓർമ്മയുണ്ടോ? ഇവിടെ നിന്ന് പറഞ്ഞ വിവേക് പറഞ്ഞ റൈറ്റാ, ഞാൻ പറഞ്ഞു. Cl2 ആൻഡ് UV ലൈറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ എത്തുന്നത്? ഇവിടെ വെച്ചൊരു കാർബൺ കൂടുന്നുണ്ട്. കാർബൺ കൂടുന്നതിന് ഒരു ചാർട്ട് ഞാൻ തന്നിട്ടുണ്ട് അല്ലെ? കാർബൺ കൂടുന്നതിന് ഒരു ചാർട്ട് ഞാൻ തന്നിട്ടുണ്ട്. Cl2 ആൻഡ് UV ലൈറ്റ്. അപ്പൊ എന്ത് വരും? CH2Cl. CH2Cl. ഇനി എന്ത് ചെയ്യണം പറഞ്ഞേ? ഇവിടെ വെച്ച് എന്താ ആഡ് ചെയ്യണം? ഒരു കാർബൺ കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? KCN. ഓക്കെ വിവേക്, ഇനി എന്ത് ചെയ്യണം? CH2Cn. ഇത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? H2 and H+. H2 and H+. ഇത്രയും വരുമ്പോൾ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതിനില്ല, ഇതെന്തായിരുന്നു ആക്ച്വലി? ഇത് എന്തായിരുന്നു? CH3Cl and അൺഹൈഡ്രസ് Cl3 കണ്ടോ? സെയിം തന്നെ. വേഗം ചെയ്യും കേട്ടോ. ടെക്സ്റ്റ് ബുക്കില് ക്വസ്റ്റ്യൻ നമ്പർ 14 ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എക്സസൈസ് 14 കേട്ടോ. 14 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. Then benzene convert to para-nitrobenzaldehyde. Benzene convert to para-nitrobenzaldehyde. 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 ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു അത്? ഷെറ്റർമാൻ കോച്ച് ബെൻസീൻ ടു ബെൻസാൽഡിഹൈഡ് ആണ് അല്ലെ? ഓക്കെ. പക്ഷെ അവിടെ പാരാനൈട്രോ കിട്ടത്തില്ല. പാരാനൈട്രോ വേണമെങ്കിൽ ഇയാൾ വേണം, ടോളുവിനാക്കണം. ഇപ്പോ ഇവിടെ ഇത്രയും റിയാക്ഷൻ ഞാൻ എഴുതി, അതിന്റെ കോമൺ പരിപാടി കണ്ടോ ഈ സാധനം? അതുകൊണ്ടാണ് ഒരു ചാർട്ട് നിങ്ങൾക്ക് തന്നേക്കുന്നതിൽ ഈ ചാപ്റ്ററിനെ വെച്ചിട്ട് ഒരു ചാർട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നതിന്റെ കാരണം. ഇതിൽ വരുന്ന എല്ലാനും മെയിൻ സ്റ്റേജ് ഇവിടെയാ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്ക മാറ്റാം. പക്ഷെ മെയിൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരേ ഫോർമാറ്റിലാണ്.
ഓക്കെ, അപ്പൊ എന്തായിരിക്കും? CH3 ആക്കണം. എന്തുകൊണ്ടാണ് CH3 ആക്കണ്ടേ? ഇത് മാത്രമാണ് ജനറലി എന്ത് വരുന്നത്? പാരാഡയറക്റ്റിംഗ് ആയിട്ട് വരുന്നത്. പാരാഡയറക്റ്റിംഗ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ വെച്ച് നമുക്ക് അല്ലെ നൈട്രേഷൻ ചെയ്ത കോൺസെൻട്രേറ്റഡ് HNO3 അല്ലെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇത് ഞാൻ പറഞ്ഞു തരൂല. എറ്റാഡ് ഉണ്ടോ? ഓർത്ത് നോക്കാം. ശ്രീധർ പറഞ്ഞു കറക്റ്റ് ആയിട്ട്. ഉണ്ടോ? ഇവിടെ നിന്ന് എന്താ എറ്റാഡ്? എറ്റാഡിൽ എന്താ അറിയുന്നുണ്ട്? എറ്റാഡിൽ എന്താ അറിയുന്നുണ്ട്? CrO2 Cl2 CS2 പറയേ H3O പ്ലസ് അല്ലേ? ഓക്കെ, CrO2 Cl2 CS2. ടെക്സ്റ്റ് ബുക്കില് ഇന്റർമീഡിയറ്റ് ഒക്കെ കൊടുത്തേക്കുന്നതാണ്. കൺവേർഷൻ നമുക്ക് അതിന്റെ ആവശ്യമില്ല അല്ല. വേഗം ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, ഗേഡുകളൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. ഇത്രയും എഴുതി കഴിയുമ്പോൾ നിങ്ങൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ ഓരോന്നായിട്ട് പഠിക്കലല്ല ചെയ്യണ്ടേ. നിങ്ങൾ പെട്ടെന്ന് പറയാൻ പറ്റണം. ഓക്കെ, ഇനിയിപ്പോ ചോദിക്കും CH3 പോയിട്ട് COH ആക്കാൻ ഡാഷ് ആണ് റിയേജന്റ്. KMnO4 and KOH ഒരുമിച്ച് പറയണം. KMnO4 KOH H3O പ്ലസ്. കാരണം KMnO4 KOH കൊടുത്ത് COK കിട്ടുള്ളൂ. അതെല്ലാം വേണം കേട്ടോ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓർഡറിൽ പെട്ടെന്ന് പറയാനായിട്ട് പറ്റണം കേട്ടോ. ഓർത്ത് നോക്കുക. ബെൻസീന് CH3 ആക്കാൻ അൺഹൈഡ്രസ് AlCl3 and അല്ലേ CH3Cl അങ്ങനെ പെട്ടെന്ന് നമുക്ക് കിട്ടാം. ഒന്ന് നോക്കുക. ദെൻ നെക്സ്റ്റ് ടോളുവിൻ ടു ബെൻസാലിഗേറ്റ് എന്തായിരുന്നു സാറാ? CrO2 Cl2 CS2 H3O പ്ലസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ അത് ഏത് നെയിം റിയാക്ഷൻ ആയിരുന്നു? എറ്റാഡ് കേട്ടോ. ഓർത്ത് നോക്കുക. എറ്റാഡ് ടോളുവിൻ ടു ബെൻസാലിഗേറ്റ് എറ്റാഡ്, ബെൻസീൻ ടു ബെൻസാലിഗേറ്റ് ഗട്ടർമാൻ ഗോൾസ് ഉണ്ടോ? ഓക്കെ, അപ്പൊ ഒരെണ്ണം എറർ വന്നാൽ രണ്ടും കൂടി അങ്ങ് നോക്കി പോകണം കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് പോകണം. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റൻ ആണ് 15 കേട്ടോ. ആൽഡിഹൈഡ് കീറ്റോൺ കാർബോക്സിലിക് ആസിഡ് എക്സസൈസിലെ 15th ക്വസ്റ്റൻ ആണ്. അതിൽ കുറച്ച് ക്വസ്റ്റൻ ഉള്ളൂ. ആകെ 9 ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് എഴുതി വെച്ചു. പ്രൊപ്പനോൺ ടു പ്രൊപ്പീൻ. 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 പ്രൊപ്പനോൺ CH3COCH3 ഇതാണ് പ്രൊപ്പനോൺ ടു പ്രൊപ്പീൻ. പ്രൊപ്പനോൺ ടു പ്രൊപ്പീൻ എങ്ങനെ ചെയ്യണം? പ്രൊപ്പനോൺ ടു പ്രൊപ്പീൻ റൈറ്റ് ആണ്. ഉണ്ടോ? ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 സ്റ്റെപ്പ് ഉള്ളൂ. 2 സ്റ്റെപ്പ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് പൊസിഷൻ മാറ്റുന്ന ഒരു ചാർട്ട് തന്നിട്ടുണ്ടായിരുന്നു. പൊസിഷൻ മാറ്റുന്നത് BR ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡ് മാറും. OH ഫസ്റ്റ് പൊസിഷനിൽ നിന്ന് സെക്കൻഡിൽ മാറും. അവിടെയാണ് നിങ്ങൾക്ക് ആൽക്കീൻ ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. ഇയാൾ പറഞ്ഞു ആൻസർ മൈൻഡിൽ കിടപ്പുണ്ട്. റിഡക്ഷൻ എന്ന് പറഞ്ഞു. റിഡക്ഷൻ ചെയ്താൽ എന്ത് കിട്ടും? കീറ്റോണിന് റിഡക്ഷൻ ചെയ്താൽ ഡാഷ് കിട്ടും. സെക്കൻഡറി ആൽക്കോൾ അവിടെ കിട്ടി. കണ്ടോ? CH3 CH
CH3. ഇവിടെ ഒരു OH. അങ്ങനെയാണെങ്കിൽ ആൽക്കഹോളിനെ ഓക്സിഡേഷൻ ചെയ്താൽ എന്ത് കിട്ടും? കീറ്റോൺ. ഉണ്ടോ? ഓർത്ത് നോക്കാം. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ ഉണ്ടോ? ഓക്കെ. ഇപ്പൊ റെഡ്യൂസിങ് ഏജന്റ് ഏതാ? നിക്കൽ, പലേഡിയം ആൻഡ് H2. സിംഗമാൽഗം ഉപയോഗിച്ചാൽ ആൽക്കെയിൻ ആയി പോകും, കുറച്ചും കൂടി കൂടിപ്പോകും. What do you mean reduction? Removal of oxygen and addition of hydrogen. ഇവിടെ ശരിക്കും നടക്കുന്നത് കണ്ടോ? ഞാൻ നോക്കിയോ കേട്ടോ. ഡബിൾ ബോണ്ടോ, ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യും ഉണ്ടോ, ഇവിടെ ഒരു ഹൈഡ്രജൻ ആഡ് ചെയ്യും, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അമാൽഗം വന്നാൽ എന്ത് പറ്റും? ഈ ഓക്സിജനെയും മാറ്റിയിട്ട് ആണ് H കൊടുക്കുക. റിമൂവൽ ഓഫ് ഓക്സിജനും ഉണ്ട് അല്ലേ? ഒരു സ്ട്രോങ് ആണ് അവൻ, മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇതാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് കീറ്റോൺ ആണ്. മെക്കാനിസം ഒന്നും അല്ല ഇപ്പൊ വേണ്ട, കറക്റ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഏത് റിയേജന്റ്. ഇനി തിരിച്ച് ഇങ്ങോട്ടാക്കാനാണെങ്കിൽ എന്താ? ഓക്സിഡേഷൻ. ഏതാ റിയേജന്റ്? CrO3 PCC. CrO3 or PCC. The next step. ഒറ്റ സ്റ്റെപ്പ്. ഡീഹൈഡ്രോ ഹാലജനേഷൻ ആണ്, ഹാലജന്റെ ആണ് ബീറ്റ എലിമിനേഷൻ. ഇത് ഡീഹൈഡ്രേഷൻ ആണ്, മെക്കാനിസം വരെയുള്ളതാണ്, റിയേജന്റ് ഏറ്റവും എളുപ്പമാണ്. പക്ഷെ അടുത്തൊരു ക്ലൂ പറഞ്ഞാൽ നിങ്ങൾ പറയും. അടുത്തൊരു ക്ലൂ ഇത്രയും പറഞ്ഞു, ഡീഹൈഡ്രേഷൻ ആണ്, മെക്കാനിസത്തിലുള്ളതാണ്. ടെമ്പറേച്ചർ പറഞ്ഞാൽ പറയും. 2 ടെമ്പറേച്ചർ. 443 Kelvin. 443 Kelvin and concentrated H2SO. Concentrated H2SO. അസറ്റോണിന് പ്രൊപ്പേൻ ആക്കാം. പിന്നെ Cl2 and യൂവിലേറ്റ്, എന്നിട്ട് ഡീഹൈഡ്രേഷൻ. ഒരു സ്റ്റെപ്പ് കൂടും കേട്ടോ. ഓക്കെ. ഇവിടെ ഈ റിയാക്ഷൻ മാത്രം എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു? നോട്ട് മോർ ദാൻ 2 സ്റ്റെപ്പ്. നോട്ട് മോർ ദാൻ 2 സ്റ്റെപ്സ്. ഈ 2 സ്റ്റെപ്പിനുള്ളിൽ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു ലോക്ക് ഉണ്ട് അവിടെ കേട്ടോ. ഓക്കെ. അതിനു മുമ്പ് വേറെ ഒരു ചാപ്റ്ററിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ചാപ്റ്ററിൽ ഇതുപോലെ കേട്ടോ. ഓക്കെ. അങ്ങനെ എക്സാമിന് വന്നാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? അതുപോലെ. അല്ലെങ്കിൽ 1-2 സ്റ്റെപ്പ് കൂടിയാൽ കുഴപ്പമില്ല. അങ്ങനെ ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോൾ സാധാരണ ഇനി നോട്ട് മോർ ദാൻ 2 സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോർഡ് എക്സാമിന് അങ്ങനെ വന്നിട്ടില്ല അധികം കേട്ടോ. ഓക്കെ. പ്രാവശ്യം വന്നിട്ടേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല നോർമലി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയാൾ പറഞ്ഞ പോലെ എന്താവാം? ഇതിനെ ക്ലമൻസ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രൊപ്പൈൻ ആകാം. പ്രൊപ്പൈന് Cl2 and യൂവിലേറ്റ് കൊടുത്ത ക്ലോറോ പ്രൊപ്പൈൻ ആകാം. ക്ലോറോ പ്രൊപ്പൈന് ബീറ്റ എലിമിനേഷൻ ചെയ്താൽ കിട്ടും. ഒരു സ്റ്റെപ്പ് കൂടി കൂടും കേട്ടോ. അടുത്ത് ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. എല്ലാവരും കിട്ടണം. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ് എഴുതും. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. ഞാൻ ഇത് ചെയ്യിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ? നിങ്ങൾക്ക് തന്നേക്കുന്ന മെറ്റീരിയൽ എത്ര ഇൻവോൾവ്മെന്റ് ആയിട്ട് പഠിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വേണം ഓരോ പരിപാടിയും ഒന്നും കൂടി ഒന്ന് ടൈറ്റ് ചെയ്യിക്കാൻ. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. കിട്ടത്തില്ല. അവിടെ പറഞ്ഞു കറക്റ്റാ. SOCl2 COCl വരും. ദെൻ ഒറ്റ സ്റ്റെപ്പ് TdBSO. കണ്ടോ? ഇതുപോലെ നിങ്ങൾ വിചാരിക്കും ഒരു ക്ലൂ അല്ലെ, എക്സാമിന്റെ സമയത്ത് ഒരാൾ വന്നിട്ട് ഒന്ന് ഒരു ഹിന്റൊക്കെ തന്നാൽ ഞാൻ ഫുള്ള് വാങ്ങിക്കും കേട്ടോ. അതാണ് പ്രശ്നം. ഞാനേ പുറത്തു വെക്കുന്നത് കണ്ടോ, നിങ്ങൾക്ക് അറിയാവുന്നല്ലോ. നിങ്ങൾ ഈ കാര്യം സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞു പലരും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്റർവ്യൂവിൽ കാണിച്ച ആൾക്കാർ വേണ്ട കേട്ടോ. ഓർത്തോ, ഇന്റർവ്യൂവിൽ കാണിച്ച ആൾക്കാർ വേണ്ട. ഞാൻ അവരുടെ കാര്യം ഇതിൽ ഇടാന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ. ഞാൻ പറഞ്ഞു എല്ലാ റിയാക്ഷൻസും അല്ലെ, 4 ചാപ്റ്ററിൽ വരുന്ന എല്ലാ റിയാക്ഷൻസും ഓർഡറിൽ എഴുതി വെച്ചേക്കുന്ന. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഓർഡറിൽ വെക്കുന്നത്? നമ്മുടെ എക്സാമിന്റെ സമയത്തെ നമ്മൾ ബുക്കിലൊക്കെയാണ് വലിയ ഇത്രയുള്ള ബുക്ക്, ഈ ബുക്കിന്റെ ഫസ്റ്റ് പേജിലാണോ സെക്കൻഡ് പേജ്, അങ്ങനെയല്ല, ക്ലാരിറ്റി ആയിരിക്കണം. ആ ഒരു പേജിൽ എനിക്കുണ്ട്. ബ്രെയിൻ ഒരു കറക്റ്റ് ഓർഡർ ആക്കി കൊടുക്കണം കണ്ടോ. ആ റിയാക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇപ്പൊ എഴുതി വെച്ചേക്കുന്നത് ഇത് കണ്ടോ, ഇതേ നോക്കിയേ, ഇതാ ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ് കണ്ടോ.
ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. ഇതിലുണ്ട് കൺവേർഷൻ. ബെൻസോയിക് ആസിഡ് ടു ബെൻസാൽഡിഹൈഡ്. ഒരു കൺവേർഷൻ വരുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് ഇത്രേ ഉള്ളൂ. ആദ്യം അത് നെയിം റിയാക്ഷൻ ആണെന്ന് ഓർത്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഈ 4 പേജിലേക്ക് പോയാൽ മതി ചാർട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് 4 പേജിലുള്ള ഏകദേശം ഒരു 100 റിയാക്ഷനിലേക്ക് ഒരുമിച്ച് പോകണം. മനസ്സിലായോ? ഓർത്ത് നോക്കാം. 100 റിയാക്ഷൻസുകളിലേക്ക് ഒരുമിച്ച് പോകുന്നതാണോ നിങ്ങൾക്ക് എളുപ്പം? അല്ലേ? ഇതുപോലെ കറക്റ്റ് ആയിട്ട് 4 പേജുകളിലേക്ക് പോകുന്നതാണോ എളുപ്പം? ഈ ഓർഡർ കൊടുത്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ഓക്കെ, അല്ലാതെ വേഗ ഐഡിയ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നമുക്ക് എത്താൻ പറ്റില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു അൺനോൺ പ്ലേസ് എറണാകുളത്ത് തന്നെ തന്നിട്ട് നിങ്ങൾക്ക് ഒരു ഡയറക്ഷനിൽ അവിടെ എത്തണം. KNPK ഷോപ്പ് ബുക്കോ എറണാകുളത്തുണ്ട്, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ എവിടെയൊക്കെ പോകും? അല്ലേ? ഓർത്തോ, ഒന്നല്ലെങ്കിൽ മെയിൻ അല്ലേ MG റോഡിലാണോ? ഒരു ക്ലൂതാ അങ്ങനെ പറഞ്ഞു തുടങ്ങും അല്ലേ? ഓക്കെ, അല്ലാതെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന്. അതുപോലെയാണ് എക്സാമിന്റെ സമയത്ത് നിങ്ങൾ എല്ലാം പഠിച്ചു, ടെക്സ്റ്റ് ബുക്ക് മുഴുവനും നിങ്ങളുടെ തലയിലുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ സ്ഥലത്ത് പോയി നോക്കും. ഫസ്റ്റ് ചാപ്റ്ററിലല്ല, സെക്കൻഡ് ചാപ്റ്ററിലല്ല, തേർഡ് ചാപ്റ്ററിലല്ല, ഫോർത്ത് ചാപ്റ്ററിലല്ല. അയ്യോ, എന്ത് ചെയ്യും? എവിടെ ഉണ്ടെന്ന് അറിയാം. അതുപോലെയാണ് നിങ്ങൾ പഠിച്ചു വെക്കണം. അങ്ങനെ പഠിച്ചിട്ട് ഒരു ഉപകാരവും ഇല്ല. നിങ്ങൾ മുഴുവൻ പഠിച്ചു എന്ന് കരുതുക, എല്ലാ റിയാക്ഷനും കറക്റ്റ് ഓർഡറിൽ പഠിച്ചു. എന്ത് ഈ കൺവേർഷൻ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പല ചാപ്റ്ററാണ്, പല സ്ഥലത്താണ് കിടക്കുന്നത്. ഇത് ഫസ്റ്റ് ചാപ്റ്റർ ഒന്നും അല്ല, എല്ലാം മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റ് ഓർഡറിൽ ഈ ഇത്ര പേജിൽ ഉണ്ടാവും എന്നുള്ളൊരു കാറ്റഗറൈസേഷൻ കൊണ്ടുവരാം. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ നോക്കുന്നത് അതാണ്. ഒരാളെങ്കിലും അത് പറയുന്നത് അല്ലേ, എല്ലാവർക്കും അത് ബൂസ്റ്റ് ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. ethanol to 3-hydroxybutanol. ethanol to 3-hydroxybutanol. ethanol to 3-hydroxybutanol. ethanol to വെരി ഗുഡ്. ഇതാണ് പോസിറ്റീവ് കണ്ടോ, ആൻഡോൾ. അത് എഴുതിയപ്പോൾ തന്നെ അങ്ങനെ പറയണം, 3-hydroxybutanol കേട്ടോ. ഓക്കെ, അല്ല ഒരാൾ അങ്ങനെ പറയുമേ, നിങ്ങൾ ഓർത്ത് നോക്കാം. 3-hydroxybutanol അത് കാണുമ്പോൾ തന്നെ ആൽഡോൾ ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റണം. കാരണം അത് നെയിമിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരാളാണെങ്കിൽ അങ്ങനെയാ പഠിക്കണ്ടേ. 3-hydroxy ആ വേർഡ് കണ്ടോ, 3-hydroxy. അതേ സമയത്ത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 2-hydroxy വന്നാൽ സൈനോഹൈഡ്രേറ്റ്. എന്താ ഓർത്ത് നോക്കണ്ടേ? 2-hydroxy ഇത് കണ്ടോ, CHO മാറ്റി COH ആക്കാൻ എന്താ ഓക്സിഡേഷനാ. അമ്മമാർ പലതും മാറ്റും. അപ്പൊ ഈ തേർഡ് പൊസിഷനിൽ അത് മാറ്റാൻ അമ്മമാർക്ക് പറ്റത്തില്ല. മനസ്സിലായി? ഇവിടെ ഇനി അത് കീറ്റോൺ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ ഓർത്തോ, അവിടെ കീറ്റോൺ ആകണം. 3 on. അപ്പൊ തന്നെ ഞാൻ എന്ത് ചെയ്യും? ഈ ആൽഡോണിനെ എടുത്തിട്ട് ഒന്നും കൂടി അല്ലേ ഓക്സിഡേഷൻ ഇവിടെ കൊടുത്ത ഇത് എന്തായി മാറും? കീറ്റോൺ ആകും. ഇത് COH ആകും സ്ട്രോങ് ഓക്സിഡേഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം കേട്ടോ. ഓർത്തോക്കുക, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാലാണ് 3-hydroxy കണ്ട എന്താവാനാ ചാൻസ് കൂടുതൽ? ആൽഡോൾ. ആൽഡോൾ എന്ന് പറയുമ്പോൾ എന്താ? ഇതിനെ ആൽഡിഹൈഡ് ആക്കണം അല്ലെ? ആൽഡിഹൈഡ് ആക്കാൻ എന്താ? കുറച്ച് നേരത്തെ പറഞ്ഞാണ് ആൽക്കഹോൾ ടു കീറ്റോൺ ഓർ ആൽഡിഹൈഡ് ഡാഷ്. ആൽക്കഹോൾ ടു കീറ്റോൺ ഓർ ആൽഡിഹൈഡ് മൈൽഡ് ഓക്സിഡേഷൻ. ഏതായിരുന്നു റിയേജന്റ്? CrO3 ഓർ PCC. CrO3 ഓർ PCC. ഓർ ആണ് കേട്ടോ, ഓർ. ഇനി ഇവിടെ നിന്ന് നേരെ ഇത്ര എഴുതാനുള്ളൂ. ഇവിടെ ഡൈലൂട്ട് NaOH. റിയേജന്റ് ഒക്കെ ഭയങ്കര സിമ്പിളാ. ഡൈലൂട്ട് NaOH. ഇവിടെ നിന്ന് ഒരു ഹീറ്റ് കൊടുത്താൽ എന്ത് കിട്ടും? ആൽക്കീനായി മാറും. ആൽക്കീനായിട്ട് മാറും. Next question, benzene to metanitroacetophenone. Next question, benzene to metanitroacetophenone. Benzene to metanitroacetophenone. അസറ്റോഫിനോൺ ഇതാണ്. അപ്പോൾ എക്സാമിന് എഴുതുമ്പോൾ ഇതേ ഇപ്പൊ ഞാൻ എഴുതുന്നുണ്ടോ മെറ്റാനൈട്രോ ഇതുപോലെ എഴുതിയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യണം. മെറ്റാനൈട്രോ അസറ്റോഫിനോൺ. അസറ്റോഫിനോൺ ആക്കാൻ ഡാഷ് നെയിം റിയാക്ഷൻ. അസറ്റോഫിനോൺ ഡാഷ് നെയിം റിയാക്ഷൻ. 11th-ലും 12th-ലുള്ള നെയിം റിയാക്ഷൻ. 11th-ല് 12th-ല് എല്ലാ ചാപ്റ്ററിലുള്ള ഒരേ ഒരു നെയിം റിയാക്ഷൻ. പറഞ്ഞു ആരോ? സൗണ്ട് വന്നോ? ശരിയാ. ഫ്രെഡൽക്രാഫ്റ്റ് അസൈലേഷൻ. CH3 COCl. അൺഹൈഡ്രസ്
AlCl3. Then ഇവിടെ നിന്ന് നേരെ നൈട്രേഷൻ എന്താ ചെയ്യണ്ടേ? കോൺസെൻട്രേറ്റഡ് HNO3, കോൺസെൻട്രേറ്റഡ് H2SO. അസൈൽ ഹാലൈഡ്. ശരിക്കും അയ്യപ്പ നെയിം എന്താ? എത്തനോയൽ ക്ലോറൈഡ്. ബെൻസനോയൽ ക്ലോറൈഡ് കിട്ടിയാൽ എന്ത് കിട്ടും? ബെൻസോഫിനോൺ. ഈ ചാപ്റ്ററിലുള്ളതാണ്. ബെൻസീൻ കൺവേർട്ട് ടു ബെൻസോഫിനോൺ. ഓർമ്മയുണ്ടോ? ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ. ബെൻസീൻ കൺവേർട്ട് ടു ബെൻസോഫിനോൺ. ബെൻസീൻ കൺവേർട്ട് ടു ബെൻസോഫിനോൺ. എന്താ? ഫ്രെഡർ ക്രാഫ്റ്റ് അസൈലേഷൻ. അപ്പൊ ഇതിന്റെ റിയേജന്റ് എന്തായിരിക്കും? ഇവിടെ നോക്കിയേ, ഇതുണ്ട്. ഈ സീൽ ഒഴിച്ച് ബാക്കി ആൾക്കാരല്ലേ ഇവിടെ വന്നേക്കണേ. ഇവിടെ ബെൻസീൻ വരക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് വരണം? C6H5 ബെൻസീൻ കൊടുത്ത ഇവിടെ ബെൻസീൻ വരൂലേ? അതാണ് ബെൻസോഫിനോൺ. ഉണ്ടോ? ഇവിടെ 3 കാർബൺ ആണെങ്കിൽ ഇവിടെയും എന്ത് വരും? 3 കാർബൺ. ഇവിടെ 2 കാർബൺ ആണെങ്കിൽ CH3 CH2 COCl. അങ്ങനെ വന്നാൽ അവിടെയും അതുപോലെ തന്നെ വരും. ഓക്കെ, അതാണ് ക്രാഫ്റ്റിൽ വരുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെൻസാൽഡിഹൈഡ് ടു ബെൻസോഫിനോൺ. ബെൻസാൽഡിഹൈഡ് ടു ബെൻസോഫിനോൺ. ബെൻസാൽഡിഹൈഡ് ടു ബെൻസോഫിനോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെൻസാൽഡിഹൈഡ് ടു ബെൻസോഫിനോൺ. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ബെൻസാൽഡിഹൈഡ് ടു ബെൻസോഫിനോൺ ഞങ്ങൾ രണ്ട് രീതിയിൽ ഇപ്പൊ ഇന്നിപ്പോ വരാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് വരുമ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ആ കൺവേർഷനൊക്കെ ഒരു പേജിലേക്ക് ആക്കി വെക്കണം. ഇപ്പൊ എഴുതുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലാസ്റ്റ് ദിവസത്തേക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ക്ലാസ്സുകളിലും തന്നെ റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഓർഡറിൽ എടുത്ത് വെക്കണം, വൃത്തിയിൽ വെക്കണം. അല്ലാതെ ഇപ്പോൾ ലാസ്റ്റ് ദിവസം 8 ദിവസം സാറേ ഇതൊന്നുമില്ല, നമുക്ക് വേഗം വേഗം നടക്കാൻ പറ്റണം. കൺവേർഷൻ നമ്മൾ ആകെ 5 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം എടുത്തിട്ട് കൺവേർഷൻ മൊത്തം നമുക്ക് ചെയ്യാൻ പറ്റണം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യണം? കൃത്യം ഞാൻ എഴുതിയത് വേണം. അല്ലാതെ എനിക്ക് അതൊരു പ്രിന്റ് ഔട്ടായിട്ട് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയല്ല, ഞാൻ കൈ കൊണ്ട് എഴുതിയേക്കുന്നതാകുമ്പോൾ ആ ടച്ച്നെസ് വരും. നമുക്ക് ഒരു 10 എണ്ണത്തെ പഠിക്കാം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എക്സാം 28-ാം തീയതി, നമ്മളിപ്പോൾ ഇന്ന് 25-ാം തീയതിയാണ്. അപ്പോൾ അല്ലേ ശ്രീധർ ഇരിക്കുകയാണ്. ആക്ച്വലി ശ്രീധർ നോക്കുന്നത് 100 കൺവേർഷൻ അല്ലേ, അങ്ങനെയൊക്കെ വെക്കണേ. അല്ലാതെ ഇന്നിരുന്നിട്ട് സാറേ ആദ്യത്തെ ചാപ്റ്റർ കഴിഞ്ഞു, രണ്ടാമത് അങ്ങനെയല്ല, 100 കൺവേർഷൻ. അത് നമുക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രാറ്റജി പെട്ടെന്ന് പറ്റില്ലല്ലോ അല്ലേ. 100 കൺവേർഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നു. അതിന്റെ ABCD ക്വസ്റ്റ്യൻ ആ ടൈപ്പുകൾ തീർത്ത് കളയണം അല്ലേ. ബാലൻസ് ചെയ്യാൻ അപ്പുറത്ത് കുറച്ച് ന്യൂമറിക്കൽ പഠിക്കുന്നു, ഈ റീസൺ പഠിക്കുന്നു, അങ്ങനെ ബാലൻസ്ഡ് ആയിട്ടാ പോവാ. അപ്പോൾ നമ്മൾ ചെയ്യണ സമയത്ത് നമ്മുടെ കയ്യിൽ എല്ലാ പേജ് ഉണ്ട്, ഒരു 10 എണ്ണം പഠിക്കുന്നു, അതിന്റെ റാൻഡായിട്ട് നമ്മൾ നോക്കുന്നു. അപ്പോൾ നമ്മൾ എല്ലാവരും ഇരിക്കുകയാണെങ്കിൽ ഒന്ന് ഇമാജിൻ ചെയ്യുക. ഞാൻ പറയുകയാണത് നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ നോട്ട് ഉണ്ട്. ആദ്യത്തെ 20 എണ്ണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇൻഡിവിജ്വൽ അടുത്ത് വന്നൊക്കെ പറഞ്ഞു തരുന്നു. മനസ്സിലായി? ഞാൻ ആ ചാർട്ടുകളൊന്ന് ഡിസ്പ്ലേ ചെയ്യുന്നു കറക്റ്റായിട്ട്. ആ ചാർട്ടുകളൊന്ന് നോക്കി, എന്നിട്ട് ആ 25 എണ്ണം അതിൽ നിന്ന് റാൻഡായിട്ട് 2 എണ്ണം പറയുന്നു, അത് നോക്കി. അടുത്ത 25 എണ്ണം അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ഇതല്ലെങ്കിൽ എന്ത് ചെയ്യും? കുറേ വായിക്കും, കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി. ഈ രീതിയിലാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഇനി എക്സാം ഇരിക്കുന്ന സമയത്തുണ്ടല്ലോ നല്ല ഷാർപ്പായിട്ടിരിക്കും, വാടാ ക്വസ്റ്റ്യൻ നല്ല രീതിയിലിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, പാസ്റ്റ് 25 പേപ്പർ എടുത്തോ, നിങ്ങൾക്ക് അതിന്റെ മുകളിലേക്ക് കൺവേർഷൻ ഇന്നലെ പോയാൽ വന്നിട്ടില്ല. അതെല്ലാം നമ്മൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ഇതിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് വരുന്നുള്ളൂ, ബാക്കി കൂടി ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ അത്രയായി. അപ്പൊ ഞാൻ ഈ തരുന്നത് വെറുതെ കളയരുത്, കറക്റ്റ് ഓർഡർ ആക്കി എഴുതി വെക്കുന്ന ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്. ഇതിൽ നിന്ന് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞേ? അല്ല, ഫിറ്റിക് എന്ന് പറഞ്ഞാൽ ഡൈഫിനയിൽ വരും. ക്ലോറോബെൻസിൻ ആക്കിയിട്ട് നമുക്ക് ഫിറ്റിക്ക് കൊണ്ടുപോകാം. പക്ഷെ നടുവിൽ CONM ഏതാ? അങ്ങനെ കൊടുത്താൽ COCH2 വരും. ഇതല്ലേ ഇതിന്റെ അല്ലേ കാര്യം ഉദ്ദേശിച്ചേക്കുന്നത്? C6H5COCl. പക്ഷെ ഇത് ബെൻസാൽഡിഹൈഡാ, ബെൻസീനാക്കി ലാസ്റ്റ് അങ്ങനെ ആക്കാം. പക്ഷെ ബെൻസാൽഡിഹൈഡിന് എന്താക്കണം? ബെൻസീനാക്കണം. ബെൻസാൽഡിഹൈഡിനെ ബെൻസീനാക്കാൻ എന്ത് ചെയ്യാൻ പറ്റാം? ബെൻസാൽഡിഹൈഡിനെ ബെൻസീനാക്കാനായിട്ട് എന്താ പറ്റാം? ഒറ്റയടിക്ക് ആക്കാൻ പറ്റില്ല. ആദ്യം ബെൻസോയിക് ആസിഡ് ആക്കാൻ പറ്റും. സ്ട്രോങ് KMnO4 KOH. ബെൻസീനിക്കിന് മുകളിൽ ഏത് സ്ട്രോങ് കാർബൺ വന്നാലും എന്താ? KMnO4 ആൻഡ്
KOH. ടോളുവിൻ കണ്ടില്ലേ നേരത്തെ CH3, അതിനെ നമ്മൾ എന്താ KMNO4 and KOH കൊടുത്തില്ലേ? ഓക്കെ, അങ്ങനെ ഈ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ എന്ത് വന്നാലും അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ CH3 വന്നാലും CHO വന്നാലും CH3 CH2 COH വന്നാലും എല്ലാം ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്താക്കാൻ പറ്റും? COH ആക്കാൻ പറ്റും. ബെൻസോയിക് ആസിഡിന്റെ ബെൻസീൻ ആക്കാനായിട്ട് എന്താ? ബെൻസോയിക് ആസിഡ് ടു ബെൻസീൻ ഒരു നെയിം റിയാക്ഷനാണ്. ബെൻസോയിക് ആസിഡ് ടു ബെൻസീൻ റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്യുന്നതിന്റെ ഡീകാർബോക്സിലേഷൻ കണ്ടോ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ഓർഡറിൽ പറയുമ്പോൾ നിങ്ങൾ അവിടേക്ക് എത്തണം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോ നിങ്ങൾ ഓർത്ത് നോക്കുക, ഞാൻ ചോദിക്കുമ്പോൾ നെയിം റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ആ ചാപ്റ്ററിൽ നെയിമിംഗ് എവിടെ കിടക്കണ? ഏറ്റവും ലാസ്റ്റ് 2 നെയിമിംഗേ ഉള്ളൂ. ബെൻസോയിക് ആസിഡ് HVZഉം ഡീകാർബോക്സിലേഷനും. ഡീകാർബോക്സിലേഷൻ ആണ്. എന്നിട്ട് ചെയ്താൽ കിട്ടും, പക്ഷെ അത് പറ്റില്ല. 2 സ്റ്റെപ്പിൽ നടക്കണം. 2 സ്റ്റെപ്പിൽ നടക്കണം. ഇതുപോലെ വേണ്ട. ഇത് ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിഗിനാൽ റിയേജന്റ് ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. ഓർഡറിൽ ആലോചിക്കുന്നതാണ് ഞാൻ പറയുന്നത്. ഇതുണ്ടോ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും എൻ്റെ ആ 4 പേജിന്റെ ഉള്ളിലേക്ക് ഓർഡറിലാക്കിയിട്ടാ പറയുന്നത്. ഗ്രിഗിനാൽ റിയേജന്റ് ആദ്യത്തെ ചാർട്ടുകൾ അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഗ്രിഗിനാൽ റിയേജന്റ് ആണ്. ഗ്രിഗിനാൽ റിയേജന്റ് എന്തായിരിക്കും? ഒരു ക്ലൂ തരാം. ഗ്രിഗിനാൽ റിയേജന്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡ് പ്ലസ് ഗ്രിഗിനാൽ റിയേജന്റ് എന്ത് കിട്ടും? സെക്കൻഡറി ആൽക്കോൾ കിട്ടി. സെക്കൻഡറി ആൽക്കോളിനെ ഡാഷ് ചെയ്താൽ കീറ്റോൺ കിട്ടും. പറയേ ഇപ്പൊ ചെയ്താ സെക്കൻഡറി ആൽക്കോളിനെ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺ കിട്ടും. ഇത് ഓക്സിഡേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? റിഡക്ഷൻ. ഉണ്ടോ? അപ്പോ ഗ്രിഗിനാൽ റിയേജന്റ് എത്തണം. ഗ്രിഗിനാൽ റിയേജന്റ് ഏതായിരിക്കും? റിയേജന്റ് ആഡ് ചെയ്യണ്ടേ? RMGX അല്ലെ? RMGX ഏതായിരിക്കണം? എന്തായിരിക്കും എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് കൺവേർഷൻ ABCD ക്വസ്റ്റ്യൻസ് ഒക്കെ പരമാവധി ഓർഡറിലേക്ക് വരുമ്പോൾ ഇത് ആണോ നോക്കുക. പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുഞ്ഞു ഇക്വേഷൻ കേട്ടോ. ഓക്കെ, ആ രീതിയിലേക്ക് കൊണ്ടുവരണം. ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ ഒരു ബെൻസീൻ വരാനായിട്ട് ഞാൻ കൊടുക്കുന്നത് ബെൻസീൻ മുകളിൽ MgBr. ഇത് ഗ്രിഗിനാൽ റിയേജന്റ് അല്ലേ? ആൻഡ് H3O+. ഇത് വന്നാൽ ഈ ഗ്രിഗിനാൽ റിയേജന്റിൽ വരുന്ന ഈ ബെൻസീൻ ഈ CHന്റെ അവിടെ പോയി ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ ഇരിക്കുന്ന ഈ കോമ്പൗണ്ട് CHO. ഈ CHO ഇവിടെ എഴുതിയാലും കുഴപ്പമില്ലോ, ഭംഗിക്ക് വേണ്ടി ഞാൻ ഇവിടെ എഴുതാണ്. ആക്ച്വലി ഈ CHOയിൽ O എന്തായി മാറും? മുകളിൽ ഇത് ഇങ്ങനെ O ആവും. ഉണ്ടോ? ഡബിൾ ബോണ്ട് O ആണ് ആക്ച്വലി. ഓക്കെ, ദെൻ ഇവിടെയാണ് നമ്മുടെ ബെൻസീൻ റിംഗ് വരുന്നത്. ഉണ്ടോ? ബെൻസീൻ റിംഗ് ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യും. ദെൻ ഇവിടെ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ അങ്ങ് ബ്രേക്ക് ചെയ്തിട്ട് ഇത് OH ആണ്. ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തവിടെ OH ആണ്. ശരിക്കും OMgBr അവിടെ വരുന്നത് ഇന്റർമീഡിയറ്റ് ആയിട്ട്. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ആ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് അവിടെ എന്ത് വരും? OH. ദെൻ നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പിൽ ഇതിനെ ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കീറ്റോൺ കിട്ടും. എന്താ കീറ്റോൺ കിട്ടാനായിട്ട്? ആൽക്കഹോളിന് CrO3 or PCC ഉണ്ടോ? CrO3 or PCC. ആൽക്കഹോളിന് ഓക്സിഡേഷൻ ചെയ്താൽ കീറ്റോൺ ഓർ ആൽഡിഹൈഡിന് റിഡക്ഷൻ ചെയ്ത ആൽക്കഹോൾ ഉണ്ടോ? അങ്ങോട്ട് കാണുന്നത് കേട്ടോ. ഇത് പറയുമ്പോൾ ഒരെണ്ണം ഓക്സിഡേഷൻ, മറ്റെന്തായിരിക്കണം? റിഡക്ഷൻ. ആൽഡിഹൈഡിന് അദ്ദേഹം ശ്രദ്ധിച്ചോട്ടോ, ആൽഡിഹൈഡിന് എന്ത് ചെയ്യണം? റിഡക്ഷൻ ചെയ്ത ആൽക്കഹോൾ. അതിന്റെ റിയേജന്റ് ഏതായിരുന്നു? മനസ്സിലാവും? ഒരെണ്ണമായിട്ട് പഠിക്കരുതെന്നാ പറഞ്ഞേ കേട്ടോ. ഓക്കെ, ഇനിയും തിരിച്ചതിലേക്ക് വരാൻ എന്തായിരുന്നു പറഞ്ഞേ? പറ. ശരിയാ. H2 നിക്കൽ ആൻഡ് പലേഡിയം ഓർ NaBH4 കേട്ടോ, ഓർ NaBH4 ഉണ്ടോ? ഓക്കെ, ഇത് ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് പ്രൈമറി ആയതുകൊണ്ടാണ്. സെക്കൻഡറി ആയ കീറ്റോൺ. ഇവിടെ ശ്രദ്ധിക്കുക, ഇത് 2 സ്റ്റെപ്പിനകത്ത് ആവണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ശ്രീധർ പറഞ്ഞ പോലെ ചെയ്യും. ശ്രീധർ എന്താ പറഞ്ഞേ? ആദ്യം എന്ത് ചെയ്യണം? ആൽഡിഹൈഡിന് നമുക്ക് എന്താക്കാൻ പറ്റും? കാർബോക്സിലിക് ആസിഡ് ആക്കാം. കാർബോക്സിലിക് ആസിഡ് ആക്കി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് എന്താക്കാം? ഡീകാർബോക്സിലേഷൻ ബെൻസീൻ കിട്ടും അല്ലെ? ബെൻസീന് നമുക്ക് എന്താക്കാൻ പറ്റും? ബെൻസോ ഫിനോൺ ആക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ. ബെൻസാൽഡിഹൈഡ്
അതുണ്ട്. അതേതായിരുന്നു? ഇവിടെ ഓർ ഇട്ടിട്ട് അതും കൂടി ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മൾ നേരത്തെ ചെയ്തതാ ഓർ കേട്ടോ, ഓർത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഇത് റൈറ്റ് ആണ് ആക്ച്വലി. ഓർ ഇട്ടിട്ട് നമുക്ക് ഇതിങ്ങനെയും ചെയ്യാൻ പറ്റും. പറയ് നിങ്ങൾ എന്താ ആലോചിക്കാത്ത? ഇന്ന് ചെയ്താണ് ഇന്ന് ചെയ്ത കുറച്ച് സ്ഥാനത്ത് നോക്കിയാൽ ബെൻസാലികയുടെ ബെൻസീനാക്കാൻ എന്താ സാറേനെ കൊണ്ട് 2 പ്രാവശ്യം ഞാൻ പറയിപ്പിച്ചത്. അത് അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയത് കൊണ്ട്. ഏതാ മാറിയെന്നാ പറഞ്ഞ സാറാ? ഇറ്റാഡും ഗട്ടർമാൻ കോച്ചും. അപ്പൊ ഏതാ ഇനി പറയേ? ഗട്ടർമാൻ കോച്ച്. ഓ, ബെൻസിന്റെ ബെൻസാലികേടാണല്ലേ? ശരിയാ, പറ്റൂല. ശരിയാ, എനിക്ക് മാറിപ്പോയാ. അപ്പൊ പറ്റൂല. ഓക്കെ, ബെൻസിന്റെ ബെൻസാലികേടാ, അപ്പൊ പറ്റൂല. ഞാനും മാറിപ്പോയി കേട്ടോ. ബെൻസാൽഡിഹൈഡിന് ബെൻസീനാക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല കേട്ടോ. വേറെ റിയേജന്റ് ഉണ്ട്, പക്ഷെ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല കേട്ടോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലില്ല. അപ്പോൾ ഇത് തന്നെ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഓർ വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തോ കേട്ടോ. ഇത് ഇങ്ങനെ ആലോചിക്കണം. ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വരുന്നുണ്ടോ, അങ്ങനെ ആലോചിക്കുമ്പോഴാണ് പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, ബെൻസൈൽ ബെൻസൈൽ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ CH2OH. CH2OH-നെ നമുക്ക് COH ആക്കാം. എന്തായിരിക്കും? KMnO4 KOH. ആൽക്കലൈൻ KMnO4 KOH, COH ആക്കി. ഇനി ഡീകാർബോക്സിലേഷൻ. ബെൻസൈൽ ആൽക്കഹോൾ ടു ബെൻസീൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? KMnO4. അതുകൊണ്ടാണ് ആ ഒരെണ്ണം കയറ്റി വെച്ചേക്കണോ. ആ റിയാക്ഷൻ വെച്ച് നമുക്ക് കുറെ പാത്ത് വെക്കാൻ പറ്റും. ആൽക്കലൈൻ KMnO4 KOH വെച്ച് ഈ ചാപ്റ്ററിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങൾക്ക് ആൽക്കലൈൻ KMnO4 വെക്കുന്ന എത്ര കൺവേർഷൻ ഉണ്ട്. അങ്ങനെ പഠിക്കണ്ടേ? ഒരു റിയാക്ഷൻ പഠിച്ചിട്ട് എത്ര കൺവേർഷൻ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുണ്ട്, അങ്ങനെ ഒബ്സർവ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ചോദിച്ചു. ബെൻസാൽഡിഹൈഡിൽ നിന്ന് ഫിനോൾ ആക്കണമെങ്കിൽ ഇത് 2 സ്റ്റെപ്പിൽ പാടുള്ളൂ എന്ന് ഒരു റൂള് പറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്തത്. ബെൻസാൽഡിഹൈഡിനെ ഫിനോൾ ആക്കണമെങ്കിൽ കുറച്ച് പ്രോസസ്സ് കൂടുതലാണ്. കാരണം നിങ്ങൾക്കറിയാം ആൽഡിഹൈഡ് അല്ലേ. ആൽഡിഹൈഡിന് നമുക്ക് ആൽക്കഹോൾ ആകുമ്പോൾ ഇവിടെ ഒരു കാർബൺ ഉണ്ട്, CH2OH ആക്കാൻ പറ്റും. അതിന് നമ്മൾ സ്ട്രോങ് ആയിട്ട് റിഡക്ഷൻ ചെയ്താൽ CH2OH ആക്കാം. CH2OH ആക്കി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അതിലേക്ക് ആക്കാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നത്. അതുകൊണ്ടാണ് ഗ്രിഗിനാൽ റിയേജന്റിന്റെ വരുന്ന റിയാക്ഷൻ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഓക്കെ, ശ്രദ്ധിച്ചു കൊണ്ടുവരാം. ഓക്കെ, എത്തനോള് എത്തനോൾ സ്റ്റെപ്പ് ഒന്നുമില്ലല്ലോ. ബ്യൂട്ടേൻ 1,4 ഡയോൾ, ഇതല്ലേ? ഇതിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഇത് ഒന്ന് ഡബിൾ ആയിട്ടുണ്ട്. ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ എന്ത് വരണം? ഡബിൾ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒബ്സർവേഷൻ ചെയ്യുന്ന സമയത്ത് റൂട്ട്സ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? SOCl2 CH3 CH2 Cl. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? Na ഡ്രൈ ഈഥർ. അപ്പൊ എന്ത് വരും? ഇവിടെ Cl2 ആൻഡ് UV ലൈറ്റ്. Cl2 ആൻഡ് UV ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ 2 സ്ഥലത്തും എന്ത് കൊടുക്കുക? Cl കൊടുക്കുക. ദെൻ Cl പോയിട്ട് OH ആക്കാനായിട്ട് എന്തായിരിക്കും? Cl പോയിട്ട് OH ആക്കാൻ പറയ്. അക്വസ് KOH ഓർ NaOH. അക്വസ് KOH ഓർ NaOH കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഈ Cl2 ആൻഡ് UV ലൈറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. Cl2 ആൻഡ് UV ലൈറ്റിന്റെ ഹെഡിങ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. അത് ഏത് എച്ചിന് വേണമെങ്കിൽ മാറ്റാമെന്ന്. മിക്സിംഗ് ആ കിട്ടുക ആക്ച്വലി തിയറട്ടിക്കലി. അപ്പോൾ നമുക്ക് തിയറട്ടിക്കലി എന്ത് ചെയ്യാം? എങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അതങ്ങനെ കൊണ്ടുപോകുന്നതായിരിക്കും
കേട്ടോ. ഓക്കെ, ഉദ്ദേശം എന്തായിരുന്നു? ആൽഡോൾ ആക്കിയിട്ട് അങ്ങനെയാണ് അല്ലേ. ആൽഡോൾ ആക്കിയിട്ട് വല്ലതും പറ്റുമോ നോക്കാം. ഇയാളുടെ ഒരു വ്യൂവിലാണെങ്കിൽ ഇതിനെന്താക്കാം? സ്ട്രോങ് ആൽഡിഹൈഡ് ആക്കാനായിട്ട് എന്ത് ചെയ്യേണ്ട? ആൽക്കഹോൾ ടു ആൽഡിഹൈഡ് CrO3 or PCC. ദെൻ നമുക്ക് കിട്ടുമ്പോൾ 3-ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ കിട്ടും. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനാൽ. 3-ഹൈഡ്രോക്സി ബ്യൂട്ടനാലിനെ നമ്മൾ OH മാറ്റണം അല്ലേ. ഓക്കെ, OH മാറ്റുന്നതിന് പകരം നമ്മൾ അതിനെ ഒന്ന് ഓക്സിഡേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? അത് കീറ്റോൺ ആക്കാം. കീറ്റോൺ ആക്കിയിട്ട് പ്രൊപ്പൈൻ ആക്കണം. പ്രൊപ്പൈൻ ആക്കാനാണ് എന്താ? കീറ്റോൺ നെയിം റിയാക്ഷനാ. കീറ്റോൺ ടു പ്രൊപ്പൈൻ ഇവിടെ പറഞ്ഞതാ, അവൻ പറഞ്ഞതാ, അവനെ കൊണ്ട് പറയിപ്പിച്ചില്ലേ? എന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചില്ലേ? പ്രൊപ്പനോൺ ടു പ്രൊപ്പൈൻ ചോദിച്ചില്ലേ ഞാനെന്ന്? ചോദിച്ചില്ലേ? അതെന്താ പറഞ്ഞ? ആ റിയേജന്റ് പറ, അതേതാ? പൂൾ കിഷ്ണർ അല്ലെ. പൂൾ കിഷ്ണർ ചെയ്യാ, അല്ലെങ്കിൽ എന്താ? ക്ലെമൻസൺ റിഡക്ഷൻ. അപ്പോൾ കീറ്റോണിനെ നമുക്ക് എന്താക്കാം? ANE ആക്കാം. ANE ആയിട്ട് ഹാലജനേഷൻ ചെയ്യാം. അപ്പോഴാ അത് തന്നെ വരും കേട്ടോ. എന്തിന്ന് ഇതിലേക്ക് ആക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ ചാപ്റ്ററിൽ ഇത് 2 സ്റ്റെപ്പിലേ പാടുള്ളൂ എന്ന് പറഞ്ഞേക്കുന്നത്. ചോദിച്ചോ, ഇറങ്ങിക്കോ കേട്ടോ, ചോദിച്ചേക്കണം കേട്ടോ. അപ്പോ ഈ കൺവേർഷൻസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നോക്കണം കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ കേട്ടോ. ബെൻസാൽഡിഹൈഡ് ടു ബെൻസോഫിനോൺ കഴിഞ്ഞു. ബ്രോമോബെൻസീൻ ടു 1-ഫിനൈൽ എത്തനോൾ. 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 bromobenzene to 1-phenyl ethanol. ഇതാണ് ബ്രോമോബെൻസീൻ 1-phenyl ethanol. എന്ന് പറയുമ്പോൾ 2 കാർബൺ അല്ലേ. എത്തനോൾ ഓളല്ലേ പറഞ്ഞേക്കുന്നേ? 1-phenyl ethanol. ഇതാണ് കോമ്പൗണ്ട് കേട്ടോ. ബ്രോമോബെൻസീൻ 1-phenyl ethanol കിട്ടുമല്ലോ. കണ്ടപ്പോ മനസ്സിലായല്ലോ. രണ്ട് സ്റ്റെപ്പ് ഉള്ളൂ. രണ്ട് സ്റ്റെപ്പ് ചെയ്യണോ മാർക്ക്? അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ പറഞ്ഞു, ഒരാൾ പറഞ്ഞു, അത് തന്നെ ശരിയാ. എന്താ ശരിയാ പറഞ്ഞു? ഗ്രീനാൾ റിയേജന്റ് കിട്ടിയില്ലേ? ഇതിലേക്ക് Mg കൊടുത്താൽ എന്ത് വരും? ഇത് ഗ്രീനാൾ റിയേജന്റ് ആയി. MgBr. ഇനി നോക്ക, ഗ്രീനാൾ റിയേജന്റ് റിയാക്ട് വിത്ത് ഡാഷ് ഗീവ്സ് സെക്കൻഡറി ആൽക്കഹോൾ. ഗ്രീനാൾ റിയേജന്റ് റിയാക്ട് വിത്ത് ഡാഷ് ഗീവ്സ് സെക്കൻഡറി ആൽക്കഹോൾ. RCH. അങ്ങനെയാണെങ്കിൽ ഈ R എന്താവും? ഇതില് RCH ആണത്. ഈ R എന്താവും? നിങ്ങളൊന്ന് നോക്കിയേ. ഇതിനെയും നോക്കിയിട്ട് R ഫില്ല് ചെയ്യണം. അല്ലാതെ ഇത് കാണാതൊന്നും പഠിക്കാനില്ല. ഈ Rന്റെ അവിടെ എത്ര കാർബൺ കൊടുക്കണം? ഇത് ബെൻസീൻ അവിടെ ഉണ്ടല്ലോ, അതേ ഉണ്ടല്ലോ. ഇത് എത്ര കാർബണാ? 1 ആണോ? 2 ഇല്ലേ? അപ്പൊ ഇവിടെ RCH. അതാ ഉദ്ദേശിച്ചത് അല്ലേ? ഒരു ഇവിടെ ഇത്രയുള്ള ആൻസർ. എന്തിനും എളുപ്പമല്ലേ? H2 and H+. H3O+ കൊടുത്തു. പിന്നെ എളുപ്പമായി. അസറ്റിക് ഹൈഡ്രോളിസിസ്. ഇതിലേ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ? ഈ MgBr ഗ്രീനാൾ റിയേജന്റ് എവിടെയാണോ കാർബൺ CHO ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള അവിടെ ഒന്ന് ജോയിൻ ചെയ്യും. അത്രേ ഉള്ളൂ പരിപാടി. കണ്ടോ? ഈ O ആണോ OH ആവുക? മനസ്സിലായി? ഈ ഗ്രീനാൾ റിയേജന്റ് R ഇല്ലേ? ഇത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ഇവിടെ ഈ O എന്താവും? OH ആവും. അപ്പൊ ഇവിടെ വലിയ ചെയിൻ ഇങ്ങനെ കൊടുത്താൽ എന്ത് പറ്റും? അതനുസരിച്ച് എഴുതാം കേട്ടോ. ഇപ്പൊ ടഫസ്റ്റ് ക്വസ്റ്റൻ അവർ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ. ഗ്രീനാൾ റിയേജന്റ് ടഫസ്റ്റ് ക്വസ്റ്റൻ ക്രിയേറ്റ് ചെയ്യണം നോക്കിയോ കേട്ടോ. ഇവിടെ നോക്കിയോ, ഇവിടെ ഒരു ബെൻസീനൊക്കെ കൊടുക്കും.
ഇത് കാണുമ്പോൾ തന്നെ പേടിച്ചു പോകും പിള്ളേര്. ഇതിന്റെ പേരൊന്ന് പറഞ്ഞു നോക്കി. ഇത് നോക്കി, ഇത് കണ്ടോ, പാവം ബ്രോമോ ബെൻസീൻ കൺവേർട്ട് ടു എന്തായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്? ക്വസ്റ്റ്യൻ പേര് പറഞ്ഞേ. ആ 1,3-ഡൈഫിനൈൽ. വെരി ഗുഡ്. 1,3-ഡൈഫിനൈൽ പ്രൊപ്പൻ 1-ഓൾ. കഥ മാറി. ഡൈഫിനൈൽ. ഓ, ഡൈഫിനൈൽ വരുമ്പോ തന്നെ മിക്ക ആൾക്കാരും പറയും ബ്രൂട്ട്സ് ഫിറ്റിക് അല്ലെ, ഫിറ്റിക് റിയാക്ഷൻ. ഡൈഫിനൈൽ ഉണ്ടോ അവിടെ? ഉണ്ടോ? അങ്ങനെ മാറിപ്പോവും. ഞാൻ തമാശ പറഞ്ഞല്ല. ഇനി ഈ ക്വസ്റ്റ്യൻ ഇത് വരച്ചു നോക്കുമ്പോൾ തന്നെ ഇത് തെറ്റി, ഇത് ഭയങ്കര ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. അങ്ങനെ കണ്ടാ വലുതായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 എണ്ണത്തിലേ വരുള്ളൂ എന്ന് ഉറപ്പിക്കാം. എന്തൊക്കെയാ 4 എണ്ണം? ആൽഡോൾ ആകാം. എന്താ ശ്രദ്ധിക്കുക, വലുതാണ് കിട്ടണില്ല എങ്കിൽ നിങ്ങൾ അതെങ്കിലും എഴുതി വെക്കുക. ഇതൊന്നും മനസ്സിലാവണില്ല. ആൽഡോൾ, ദിസ് റിയാക്ഷൻ ഈസ് മെയിൻലി എന്താണ് കൺസ്ട്രക്റ്റഡ് ഫോർ ആൽഡോൾ. അങ്ങനെയെങ്കിലും എഴുതി വെക്കാം. ടീച്ചറിന് വിചാരിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, കിട്ടാത്തതുകൊണ്ടാണെന്നെങ്കിൽ കരുതിക്കോട്ടെ. അല്ലെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഗ്രിഗിനാൽ റിയേജന്റ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഗ്രിഗിനാൽ റിയേജന്റ്, ആൽഡോൾ, ബ്രൂട്ട്സ് ഫിറ്റിക്, ഇതൊക്കെയാണ് ഇങ്ങനെ പെട്ടെന്ന് വലുതാവുന്ന ആൾക്കാർ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ചോദിക്കുന്ന രീതികൾ കാണുമ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് പതുക്കനെ ഉണ്ടോ. ഇവിടെ വരെ എത്തി ഉണ്ടോ. ഇവിടെ നിന്ന് പെട്ടെന്ന് മെർജ് ചെയ്യാനായിട്ട് കണ്ടോ. ഇവിടെ നിന്ന് മെർജ് ചെയ്യാൻ ഇപ്പൊ ഇവിടെ എന്താ കൊടുക്കുമെന്ന് പറഞ്ഞേ. ഇങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും കൊടുക്കണേ? നിങ്ങൾ നോക്കണം. വേണ്ട ബെൻസീൻ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ നോക്കുക. എന്തായിരിക്കും ഇതുണ്ടോ, ഈ ബെൻസീൻ അങ്ങ് മാറ്റാം. ഇവിടെ എന്ത് കൊടുക്കുക? CHO ഉണ്ടോ. ഈ ബെൻസീൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കണം? CHO. ഗ്രിഗിനാൽ റിയേജന്റ് പ്ലസ് എത്തനാൽ ഓർ RCHO അല്ലെ. ആറേതാ? ഇതുണ്ടോ. ഇവിടെ CHO കഴിഞ്ഞാൽ ഇത് മുഴുവനും 6 ആണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, ക്ലിയർ ആയിട്ട് ചെയ്യാം. ഇതെഴുതിയില്ല എല്ലാവരും? ഓക്കെ അല്ലേ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കുറച്ചും കൂടി ചെയ്ത ഈ ചാപ്റ്റർ അങ്ങ് തീരും. ഈ ചാപ്റ്റർ തീർത്തിട്ട് വിടുള്ളൂ കേട്ടോ. ബെൻസാൽഡിഹൈഡ് ടു 3-ഫിനൈൽ പ്രൊപ്പൻ 1-ഓൾ. ബെൻസാൽഡിഹൈഡ് ടു 3-ഫിനൈൽ പ്രൊപ്പൻ 1-ഓൾ. ബെൻസാൽഡിഹൈഡ് ടു 3-ഫിനൈൽ പ്രൊപ്പൻ 1-ഓൾ. ഇതാണ് ബെൻസാൽഡിഹൈഡ്. 3-ഫിനൈൽ പ്രൊപ്പൻ 1-ഓൾ. അപ്പൊ ആദ്യം പ്രൊപ്പൻ 1-ഓൾ വരക്കാം നമുക്ക്. പ്രൊപ്പൻ 1-ഓൾ 3-ഫിനൈൽ. 3-ഫിനൈൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ബെൻസീൻ വരും. ഫിനൈൽ പ്രൊപ്പൻ 1-ഓൾ. CH2 അല്ലേ. എന്തായിരിക്കും? ബെൻസാൽഡിഹൈഡ് ടു 3-ഫിനൈൽ പ്രൊപ്പൻ 1-ഓൾ. ഗ്രീനാൾഡ് ആണെങ്കിൽ എന്തായിരിക്കും? ഇത് ബെൻസാൽഡിഹൈഡ് ആണ്. ഗ്രീനാൾഡ് റിയേജന്റ് ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വരാം? ഇതിലേക്ക് നമുക്ക് RMGX ആഡ് ചെയ്യണം അല്ലേ. ഓക്കെ, അങ്ങനെ വന്നാൽ എന്താ കിട്ടുക? സെക്കൻഡറി ആൽക്കഹോൾ കിട്ടുള്ളൂ അല്ലേ. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, അറ്റത്ത് വരുന്ന രീതിയാണ്. പിന്നെ എന്തൊക്കെയാ വരാം നമുക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത്? ഏതാ? ആൽഡോൾ പറ്റും. ആൽഡോൾ പറ്റും.
ആൽഡോൾ ആണെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക? അവിടെ എത്ര കാർബൺ എക്സ്ട്രാ ഉണ്ട് നോക്കിയേ. ഇത് പറഞ്ഞല്ലേ CH3 CHO. ഇവിടെ തന്നെ ഹീറ്റും കൂടി കൊടുക്കണം. ആക്ച്വലി ക്രോസ് ആൽഡോൾ ആണ്. അപ്പൊ എന്തായിരിക്കും? ഡൈലൂട്ട് NaOH. ഡൈലൂട്ട് NaOH. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പ് ജോയിൻ ടു ആൽഫ കാർബൺ ആണ് അല്ലേ? ഓക്കെ, ഫംഗ്ഷൻ ഗ്രൂപ്പ് ജോയിൻ ടു ആൽഫ കാർബൺ ഉണ്ടോ? ഫംഗ്ഷൻ ഗ്രൂപ്പ് ജോയിൻ ടു ആൽഫ കാർബൺ വരുമ്പോൾ എന്ത് വരും? ഹീറ്റും കൂടി കൊടുത്താൽ CH ഡബിൾ ബോണ്ട് CH ഡാഷ് ചെയ്ത ആൽക്കഹോൾ കിട്ടും. പറഞ്ഞു ശരിയാ? റിഡക്ഷൻ കണ്ടോ? പറയുന്ന ഉറപ്പിച്ച് പറഞ്ഞു. റിഡക്ഷൻ ചെയ്ത് ഇവിടെ H2 ആവില്ലേ? ഇത് ആൽക്കഹോൾ ആവില്ലേ? അപ്പൊ H2 ആൻഡ് പലയടിയും. ഉണ്ടോ? ഞാനപ്പോ പറഞ്ഞതിന് ഉപകാരമുണ്ട്. ഞാൻ പറഞ്ഞു കാർബണുകൾ ഭയങ്കരമായിട്ട് വലുതായി കഴിഞ്ഞാൽ എന്താ ആലോചിക്കണ്ട? ഗ്രീനാൾഡ് റീജിയൻ ആണോ എന്ന് ആലോചിച്ചു അല്ലേ? പിന്നെ ഇപ്പൊ തന്നെ വേറൊരാൾ ആലോചിച്ചു ആൽഡോൾ ആണെന്ന്. അത് മതി, മനസ്സിലായി? എനിക്ക് വേണ്ടത് ഇതിന്റെ ലാസ്റ്റ് ആൻസറിലേക്കല്ല. ഇങ്ങനെ വലുതായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നതിനൊരു സ്ട്രാറ്റജി ഉണ്ടാവണം. അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയത് കണ്ടോ? ഇതും ഒബ്സർവ് ചെയ്യാണ് കണ്ടോ? അങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എത്ര കാർബൺ കൂടി കണ്ടോ? എത്ര എണ്ണം കൂടി? 2 എണ്ണം. അപ്പൊ ഇത് 2 എണ്ണം ഫിറ്റ് ചെയ്തു ഉണ്ടോ? ഇതെങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ഓർമ്മയുണ്ടോ? ആൽഡോണ്ട എന്ത് പറ്റും? ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്നിങ് കാർബൺ ആറ്റം ജോയിൻ ടു എ ആൽഫ കാർബൺ ഉണ്ടോ? അപ്പൊ ഇവിടെ ശരിക്കും എന്താ വരുന്നത്? CH CHO. ഇവിടെ നോക്കിയോട്ടോ, CH3 ഉണ്ട് അല്ലേ? CH3 ഉണ്ട്. ഈ ബെൻസീൻ റിങ്ങിന് എന്തുണ്ട്? ഇതുണ്ടോ? ഈ ബെൻസീൻ റിംഗ് ഇല്ലേ? അതില് CH. ഈ ഓയില്ലേ? ഈ ഓയാണ് മുകളിലേക്ക് വരുന്നത്. ഇവിടെ ബെൻസീൻ റിംഗ് ഉണ്ടോ? ഇനി ഇവിടെ നിന്ന് CH3 ഒരു H ഇതിന്റെ തലയിലേക്ക് പോകും. OH. ഇതിനെയാണ് ആൽഡോൾ. ക്രോസ് ആൽഡോളാ. 2 ഡിഫറെന്റ് ടൈപ്പ് വന്നാൽ അതിനെന്താ വിളിക്കുന്നത്? ക്രോസ് ആൽഡോൾ. ഡിഫറെന്റ് ടൈപ്പ് വന്നാൽ ക്രോസ് ആൽഡോൾ ഉണ്ടോ? ഓക്കെ. ഇനി ഇതിനെ ഹീറ്റ് ചെയ്യും. ഡൈലൂട്ട് NaOH. ഇവിടെ നമ്മൾ ഹീറ്റും കൂടി കൊടുക്കണം കേട്ടോ. ഹീറ്റ് ചെയ്യും. അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്? ഇവിടെ നിന്ന് ഒരു OHും ഇവിടെ നിന്ന് ഒരു Hും പോയി ഇവിടെ ഡബിൾ ബോണ്ട് വരും കേട്ടോ. ഓക്കെ. അപ്പൊ ക്രോസ് ആൽഡോൾ ഒന്ന് നമ്മൾ വേറെ കളറൊക്കെ കൊടുത്താണ് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം. അപ്പൊ അവിടെ പോയി ഒന്ന് റെഫർ ചെയ്യണം കേട്ടോ. ഓക്കെ. അപ്പോ ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളൂ, ഓർത്ത് വെക്കാം. അങ്ങനെയാ കിട്ടുന്നത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുന്ന ഏതിലേക്ക് കിട്ടുന്നു എന്നുള്ളൊരു ക്ലൂ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് 2 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, എഴുതി വെച്ചു. ബെൻസാൽഡിഹൈഡ് ടു ആൽഫ ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റിക് ആസിഡ്. ബെൻസാൽഡിഹൈഡ് ടു ആൽഫ ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റിക് ആസിഡ്. ബെൻസാൽഡിഹൈഡ് ടു ആൽഫ ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റിക് ആസിഡ്. ആൽഫ ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റിക് ആസിഡ്. ആൽഫ ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ CH3COOH. അസറ്റിക് ആസിഡ്, എത്തനോയിക് ആസിഡ്. ആൽഫ ഹൈഡ്രോക്സി COH അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം, അതിന് വിളിക്കുന്ന പേരാണ് ആൽഫ. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം ആണ് എന്ത്? ആൽഫ. അപ്പൊ ഇവിടെ ഫിനൈൽ ഹൈഡ്രോക്സി എന്നാണോ കൊടുത്തേക്കുന്നത്? എന്താ എഴുതിയിരിക്കുന്നത്? ഹൈഡ്രോക്സി ആൽഫ ഹൈഡ്രോക്സി ഫിനൈൽ അസറ്റിക് ആസിഡ്. ഓക്കെ. ആൽഫ ഹൈഡ്രോക്സി ആണ് അപ്പൊ OH ഇവിടെ. ഫിനൈൽ ഉണ്ടല്ലേ? ഫിനൈൽ ഇല്ലേ? OH ഉണ്ട്, COH ഉണ്ട്. നിങ്ങൾക്ക് നേരത്തെ ഞാനൊരു ടേം പറഞ്ഞു, 3 ഹൈഡ്രോക്സി വന്നാൽ ഡാഷ് ചെയ്യണം എന്ന് പറഞ്ഞു. ആൽഡോൾ കണ്ടൻസേഷൻ. 2 ഹൈഡ്രോക്സി വന്നാൽ ഡാഷ് ചെയ്യണം എന്ന് പറഞ്ഞു. ആരെങ്കിലും ശ്രദ്ധിക്കും? 2 ഹൈഡ്രോക്സി വന്നാൽ അത് ഡാഷ് ആയിരിക്കും എന്ന് പറഞ്ഞു. 2 ഹൈഡ്രോക്സി വന്നാൽ സൈനോഹൈഡ്രിൻ. 2 ഹൈഡ്രോക്സി വന്നാൽ എന്തായിരിക്കും? സൈനോഹൈഡ്രിൻ. 2 ഹൈഡ്രോക്സി വന്നാൽ എന്തായിരിക്കും? സൈനോഹൈഡ്രിൻ എന്താന്ന് ഓർമ്മയുണ്ടോ? HCl.
HCN ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ H പോയി ഓയുടെ അടുത്ത് ജോയിൻ ചെയ്യും. H പോയി ആരുടെ അടുത്ത് ജോയിൻ ചെയ്യും? ഓയുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതെ ബെൻസീൻ റിംഗ്, ഇവിടെ CH, ഇവിടെ O ഉണ്ടല്ലോ, OH. ഈ H എവിടെ നിന്ന് വന്നതാണ്? ഇവിടെ. CN എവിടെ വന്ന് ജോയിൻ ചെയ്യും? ഇവിടെ വന്ന് ജോയിൻ ചെയ്യും. ഇത് കണ്ടോ, HCN, ഓയുടെ അടുത്ത് H പോയി, CN ഇവിടെ വന്നു. ഇനി സയനൈഡിലേക്ക് ഡാഷ് ചെയ്ത് കഴിഞ്ഞാൽ COH കിട്ടും. H2 H+ അല്ലെ, അസിഡിക് ഹൈഡ്രോളിസിസ്. അപ്പൊ H3O+ എന്ന് കൊടുത്താണ്. H3O+. അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കുഞ്ഞിതായാലും. ചെയ്ത് നോക്കണം കേട്ടോ, പ്രാക്ടീസ് നോക്കിയാലേ നമുക്ക് ഓക്കെ ആവുള്ളൂ കേട്ടോ. നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ ഒരു കൺവേർഷൻ കൂടി ഉള്ളൂ. 15th ലാസ്റ്റ് 9th കൺവേർഷൻ. ബെൻസോയിക് ആസിഡ് ടു മെറ്റാനൈട്രോ ബെൻസൈൽ ആൽക്കഹോൾ. 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 Benzoic acid to metanitro benzyl alcohol. Benzoic acid to metanitro benzyl alcohol. മെറ്റല്ലേ പറഞ്ഞേക്കുന്നത്? മെറ്റാനൈട്രോ ബെൻസൈൽ ആൽക്കഹോൾ. അങ്ങനെ ചെയ്യും. ആദ്യം എന്താ NO2 മെറ്റൽ വരാൻ എന്ത് ചെയ്യണം? ലാസ്റ്റ് നൈട്രേഷൻ പറ്റൂല്ലോ, കാരണം എന്താ COH അല്ലേ. COH മെറ്റാഡയറക്ഷൻ അല്ലേ. ലാസ്റ്റ് നൈട്രേഷൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ആൽക്കഹോൾ ആക്കി കഴിഞ്ഞാൽ ആൽക്കഹോൾ എന്ത് ഡയറക്റ്റീവ് ആ? ഓർത്തോവാൻ പാരാ. അപ്പൊ പിന്നെ പോയി. അപ്പൊ ആദ്യം എന്ത് ചെയ്യണം? നൈട്രേഷൻ കേട്ടോ. ഇതിലാണ് ശ്രദ്ധിക്കേണ്ടത്, കാരണം COH ഗ്രൂപ്പ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു കുഞ്ഞു കാര്യത്തിൽ നമുക്ക് എറർ വന്നു കഴിഞ്ഞാൽ എല്ലാം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ മെറ്റ കണ്ട അപ്പൊ തന്നെ അത് നൈട്രേഷൻ ചെയ്ത് നമ്മൾ അതിനെ ഫിക്സ്ഡ് ആക്കണം. ഇനി എളുപ്പമാണ് ആക്ച്വലി. ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇല്ലാന്നേ. കാർബോക്സിലിക് ആസിഡ് ടു ആൽക്കഹോൾ. സ്ട്രോങ് ഓക്സിഡേഷൻ ആണോ സ്ട്രോങ് റിഡക്ഷൻ ആണോ? റിഡക്ഷൻ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? LiAlH4 കൊടുത്തു. കൊടുക്കാം. പിന്നെ റിഡക്ഷൻ അല്ലേ, റിഡക്ഷൻ എവിടെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാം. റിഡക്ഷന് ഇത് ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആണ്. മറ്റേന്തായിരുന്നു? ആൽഡിഹൈഡ് അല്ലേ. ആൽഡിഹൈഡ് ആവുമ്പോൾ മൈൽഡ് കൊടുത്താലും മതി. സ്ട്രോങ് കൊടുത്തോണ്ട് കുഴപ്പമില്ല. കാർബോക്സിലിക് ആസിഡ് ആവുമ്പോൾ മൈൽഡ് കൊടുത്താൽ നടക്കില്ല. അത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയാവുമ്പോ ഈ ചാപ്റ്ററിൽ എല്ലാം കഴിയും കേട്ടോ. ഓക്കെ, ഈ ചാപ്റ്ററിൽ കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററിന്റെ പേര് എഴുതിയിട്ട് വിടുള്ളൂ. വേറെ ഒന്നും ചോദിക്കണമെന്നില്ല. അടുത്ത ചാപ്റ്ററിന്റെ പേര് എഴുതി വെക്കാം. അമീൻ. AMINs. അമീൻസ്. അമീൻസ് കേട്ടോ. അപ്പോൾ മോനെ ആ വീഡിയോ ഒന്ന് ഓഫ് ആക്കി ഒരു കാര്യം നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട്